ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. മറിച്ച് നമ്മളെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്ന് മിക്കവാറും നടക്കാൻ പോവുക. കാരണം ഇന്ന് അസറു പോണ ദിവസമാണ്. അപ്പം കൂടുതൽ ഞാൻ പറഞ്ഞുകൊണ്ട് എമോഷണൽ ആക്കണില്ല, ഞാൻ തന്നെ സ്വയം എമോഷണൽ ആവണില്ല. അപ്പം ഇപ്രാവശ്യത്തെ വരവ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയേനി, സൂപ്പർ വരവേനി. കുറേയൊക്കെ എൻജോയ് ചെയ്തു. കുറേ അല്ല, എല്ലാ പ്രാവശ്യം വരുമ്പോഴും മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇടയിട്ട് എല്ലാ വരവിനും ഓരോ കല്യാണം കിട്ടുന്നുണ്ട്. കാരണം അതിന്റെ അർത്ഥം എന്താണോ, എല്ലാവർക്കും പ്രായമായി എന്നുള്ളതാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പോ ചില്ല് ചെയ്ത് നടക്കല. ഇപ്രാവശ്യം കിട്ടാല്ല. ഇല്ല, ഇപ്രാവശ്യം അതേമാതിരി തന്നെ ഓരോരുത്തരുടെ ക്യാരക്ടറിൽ വന്ന മാറ്റങ്ങൾ പറയും. കല്യാണം കഴിഞ്ഞ് പോകുമ്പോ നമ്മൾ ഓരോ വിരലറ്റ് പോണില്ല, ഓരോരുത്തർ ഇങ്ങനെ മാറിപ്പോവാ. പക്ഷെ ബാസിൽ ഇനിയിപ്പോ ഈജിപ്തിൽ നിന്ന് വരുന്നുണ്ട്. ആ ഓഡിയോ കേൾപ്പിച്ചു കൊടുക്കാം, നമുക്ക് ലാസ്റ്റ് അപ്പൊ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടമാണ്. നമുക്കൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെങ്കിൽ കല്യാണം കഴിഞ്ഞതൊക്കെ ഓക്കെയാണ്, നമുക്ക് പ്രശ്നങ്ങളില്ല. പക്ഷെ നമ്മളെ ഫ്രണ്ട്സ് ഇങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് ദൂരേക്ക് പോകുമ്പോൾ ഇടങ്ങേറാണ്. അത് പേഴ്സണലി അല്ല, പക്ഷെ നമുക്ക് വേറെ കാര്യമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണോല്ലോ, നമുക്കറിയില്ലല്ലോ. നമുക്കത് കഴിഞ്ഞാലല്ലേ അറിയുള്ളൂ. പക്ഷെ കഴിഞ്ഞാലും അങ്ങനെ ആവൂല. അതങ്ങനെ ആവണം, അതിന്റെ കാര്യമുള്ളൂ. കാരണം നമ്മള് ഞാൻ സത്യം പറഞ്ഞാല് ഇപ്പൊ ഞാനും അസറൊക്കെ പറഞ്ഞാല് ഒരുപാട് ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ അൽഹംദുലില്ലാ 100 വട്ടം ദൈവത്തിന് സ്തുതിച്ചുകൊണ്ട് നമ്മൾ പറയാണ്, ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോയാണ്. ഇപ്പൊ അസറാണെന്നുണ്ടെങ്കിൽ എത്ര കൺട്രീസ് ട്രാവൽ ചെയ്ത്? 22 രാജ്യം. അതായത് യാത്രകൾ ഒരുപാട് പോയി. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരിപാടിക്കാണെങ്കിൽ കൂടി കുറേ യാത്രകൾ പോയി, കുറേ വണ്ടികളിൽ കയറാനുള്ളതൊക്കെ കയറി, കഴിക്കാനുള്ള ഏറ്റവും വില കൂടിയ ഭക്ഷണങ്ങളൊക്കെ അൽഹംദുലില്ലാ നമ്മൾ കഴിച്ചു. അപ്പം നമ്മൾ ഏകദേശം എന്തൊക്കെ കുറേ ആൾക്കാർക്ക് പൂതിണ്ടോ, അതായത് ഞാൻ ഇപ്പോൾ പറയണത് ഭയങ്കര അനുഗ്രഹമായിട്ട് നമ്മൾ ഭയങ്കര ഡ്രീംസ് ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സ്കൈ ഡൈവ്, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് കുറേ സംഭവങ്ങളുണ്ട് ലോകത്ത്. വലിയൊരു ഫോൺ വാങ്ങാം, അല്ലെങ്കിൽ വലിയൊരു ലാപ്ടോപ്പ് വാങ്ങാം, വലിയൊരു ക്യാമറ, ഡ്രോണ്, ഇക്കണ്ട അതായത് ഒരുവിധം വലിയ സംഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ എപ്പോഴും എന്തൊക്കെ വലിയ സംഭവങ്ങൾ ലൈഫിൽ വന്നാലും വാങ്ങിയാലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത സംഭവങ്ങളാണ് ബന്ധങ്ങൾ. അത് നമുക്ക് എത്ര ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു 10-500 കെട്ടിവിടെ അട്ടിക്ക് വെച്ചാലും ബന്ധാവില്ല. ബന്ധം മാത്രല്ല, മനസ്സിൽ കിട്ടുന്ന ആ സന്തോഷം വേറെയാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യണ ഒരു ടൈമുണ്ട്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന മനുഷ്യനാണ്. ഇപ്പോൾ ലൈഫിൽ ബാക്കി ഞാൻ പറയില്ലേ, വണ്ടി, ഇനിയിപ്പം പൈസ ആണെങ്കിലും വണ്ടി ആണെങ്കിലും ഫുഡാണെങ്കിലും ട്രിപ്പാണെങ്കിലും എന്തും നമുക്കുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആയിട്ട് ഞാൻ കാണുന്നത് അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതായിട്ട്, അനുഗ്രഹങ്ങൾക്ക് വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ പടച്ചോൻ എനിക്ക് തന്നതിൽ ഏറ്റവും ടോപ്പിൽ പ്രൈമറിയിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നതിൻ്റെ ബന്ധങ്ങൾ മാത്രമാണ്. ആകെ എനിക്കുള്ളത് പറഞ്ഞാൽ കുറച്ച് ബന്ധങ്ങളാണ്, അല്ലേ? സത്യമല്ലേ? പക്ഷെ അപ്പം പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടം എന്താ വെച്ചാൽ ഇതേപോലെയാണ്. അതായത് എല്ലാവരും ഈ കല്യാണം കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ വേറെ ആവുകയാണ്. അവരടങ്ങേറ് അത് നമ്മളങ്ങനെ ആവാതെ നിൽക്കട്ടെ. ഒരിക്കലും അല്ല, അതാവൂല. അത് വേണമെങ്കിൽ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഈ ഒരു വീഡിയോ, ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മൾ ഒരിക്കലും എടുത്തു വെക്കാം. അതാണ് നമ്മൾ ഇന്ത്യയിലും എനിക്കൊരു ഒരു ധൈര്യം. അതെ, പക്ഷെ അർജന്റീനയിൽ നമുക്ക് ഇപ്പോഴേ അപ്പം നമ്മൾ ഇതാക്കി പറയല്ല കേട്ടോ, പ്രശ്നമാക്കി പറയല്ല. കാരണം കല്യാണം കഴിയുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, കല്യാണത്തിലും എല്ലാത്തിലും ഹാപ്പിയാണ്. പക്ഷെ നമ്മളെ കൂട്ടുകാർ ഇങ്ങനെ നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്തൊക്കെയാണല്ലോ ഓൾക്ക് ബൗണ്ടറീസ് വരികയാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓൾക്ക് പോകണം, ഇത്ര വലിയ പ്ലാൻ ഇട്ടാലും പോകേണ്ടി വരികയാണ്. മനസ്സിലാവും. ഒരു കൊല്ലം മുന്നത്താണ് എൻ്റെ വ്ളോഗിൽ എത്ര ആൾക്കാരുണ്ട്, ഇനി എപ്പോഴും ഇപ്പൊ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഡിഫറൻസ്. അതായത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, ഞാൻ ഈ വ്ളോഗ് എന്ന് പറഞ്ഞാല് ഇന്റെ ചുറ്റുപാടില്ല. ഇതോട് പറയാം കേട്ടോ, അല്ല ഇതിപ്പോ പറയാനുള്ളത് മനസ്സിൽ വെക്കണം. മനസ്സിലുണ്ട്, ഞാൻ ഇപ്പൊ മറന്നു പോവാതൊക്കെ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞത്. മനസ്സിലായി. അതായത് ഇത് നമ്മളെന്താ പറയണ വെച്ച് കഴിഞ്ഞാല്, ഇത് കല്യാണം കഴിഞ്ഞത് കൊണ്ട് ഞമ്മക്ക് ഇതിൽ സങ്കടം ഉണ്ട് എന്നല്ല പറയണത്. ഇത് അതായത് ഇപ്പൊ കാണികൾ കമന്റ് ബോക്സിൽ എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇവരെവിടെ അതിനുള്ളൊരു മറുപടിയാണ്. അത് ഓരാരും ബന്ധം ഇതാക്കിയിട്ടോ അങ്ങനെ ആക്കിയിട്ടോ ഒന്നുമല്ല. ഓരോ കല്യാണം കഴിഞ്ഞ് അവരുടെ സിറ്റുവേഷൻ, പെണ്ണുങ്ങളെ വീട്ടിൽ പോകേണ്ടി വരും, സൽക്കാരങ്ങൾ ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റീസ്. അതായത് മോർ ദാൻ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഒറ്റത്തടിയെ നടക്കണ പോലല്ല, നമ്മളെ കൂട്ടിന് ഒരാൾ വരുമ്പോൾ സ്ഥിതിഗതികൾ മാറും. അയാളെയും കൂടി ലൈഫിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ്, അയാളെയും കൂടി നമ്മൾ നോക്കേണ്ടി വരികയാണ്, ഓരോ ജോലി കാര്യങ്ങൾ, ഓരോ കുടുംബം കാര്യങ്ങൾ. അപ്പം നമ്മൾ ജീവിച്ച അതേപോലെ തന്നെ 50% ഓരോ കാര്യങ്ങൾ നോക്കേണ്ടി വരികയാണ്.
അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ നമ്മളെ ജീവിതശൈലി മാറും. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള എന്താ വെച്ചാൽ ഇപ്പോൾ വ്ളോഗ് കാണുമ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യം ഇവരെവിടെ ഓലെവിടെ ഇവരെവിടെ. ഞാൻ അസറുവിനറിയാം, ഞാൻ എല്ലാവരും ഒരു ഈ സ്വത്ത് കിട്ടാൻ ഇന്ന് പൈസ കൊടുത്തിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുക്കാനും റെഡിയാണ്. കാരണം എനിക്ക് ഇഷ്ടം അതാണ്. എനിക്കറിയാം. അപ്പോൾ തന്നെ നബീലിനോട് പറഞ്ഞു, ഞാൻ ഇപ്പം ഇനിയിപ്പോൾ എല്ലാവരും നിങ്ങൾ കൂടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ വരാൻ ആളും ഇനിയിപ്പോൾ 5000 ഉറുപ്പിക വെച്ച് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ തരാം. എല്ലാവരും 5000 കൊടുത്ത് വരികയാണെങ്കിൽ ഞാനിഞ്ഞ് ദുബായിലല്ലെങ്കിൽ കുവൈത്തിലല്ലേ എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഓൻ പറയല എന്താ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്താൽ ആരെങ്കിലും വരുമോ ഒപ്പം വരുമോന്ന് ചോദിച്ചാല് മാക്സിമം ആളെ കൂട്ടല. ഇന്നിപ്പോ സൈലത്തില് എല്ലാരും ഇന്നിപ്പം ചന്തുണ്ട്, സലീകുമാറിന്റെ മകന്, ലോകിത ആക്ടർ, മൂപ്പരൊക്കെ വന്നിക്കണ ഒറ്റക്കാണ്. ഈഗിൾ വന്നിക്കണ ഒറ്റക്കാണ്. ഓലൊക്കെ വരുന്നത് ഒറ്റക്കാണ്. ഞാൻ പോയത് എങ്ങനെ അറിയോ, 12 ആളുണ്ട് എന്റെ ഒപ്പം. ആലോചിച്ചോക്ക്, ബേസില് ബാക്കിയുള്ള നടന്മാര് ആസിഫ് അലി ഇവരൊക്കെ ഒറ്റക്കൊറ്റക്കെ വരുന്നത്. ഏറിപ്പോയ ഒരു മാനേജർ കൂടെ. ഞാൻ മാത്രമാണ് 12 കൂട്ടാരെയും കൂട്ടി ആ പരിപാടിക്ക് പോയത്. കാരവാൻ ഇറങ്ങുമ്പോ ആൾക്കാര് ഷൂട്ട് ചെയ്യാ 1 2 3 4 5 6 7 ഞാനാനവിടെ ഞങ്ങളോട് എല്ലാരോടും മുട്ടാൻ ആരും ആ ഊരിലാണ് നബീലും ഇറങ്ങി കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. അപ്പം എല്ലാവരും പിന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് ഇപ്പം ഞാൻ പേഴ്സണലി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്രയും കാലം വ്ളോഗിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ കുറ്റം പറഞ്ഞിട്ട് ഒരിക്കലും ആരും വ്ളോഗിൽ കമൻ്റ് ഇടാൻ നിൽക്കരുത്. അത് എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി പിന്നെ നിങ്ങൾ എന്ത് കുറ്റം പറഞ്ഞോളി. ഞാൻ 5-6 വർഷമായി ഫീൽഡ്, 5-6 ആര് എന്ത് പറഞ്ഞാലും ഇന്നെക്കുറിച്ച് ഒരാൾ, അതായത് എനിക്ക് അത് മാറ്റർ ആവാത്തോടത്തോളം കാലം, എനിക്ക് അയാൾ ചിലവിന് തരാത്തോടത്തോളം കാലം ആര് എന്ത് പറഞ്ഞാലും, ഇനിയിപ്പോൾ കുറ്റാണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അൽഹംദുലില്ലാ ഞാൻ ഹാപ്പി, അയാളും ഹാപ്പി, നമ്മൾ ഹാപ്പി. പക്ഷേ ഇല്ലാത്ത കാര്യത്തിനും അതും ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു മണി അണുമണി അൽഹംദുലില്ലാ എൻ്റെ ഈ രോമത്തിന് ശേഷിയില്ല. അപ്പോൾ അസറുവിനെ അറിയാം. ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മൾ മാറാൻ നിൽക്കലുണ്ടോ? ആൾക്കാർ ഓരോ കാര്യം നമ്മളിത് കാണില്ല, നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ ഇവൻ അങ്ങനെയാണ്, ഓക്കെ ഇവനെങ്ങനെയാണ്, ഓക്കെ ഇവനെങ്ങനെയാണോ, ഓക്കെ നമ്മൾ ഹാപ്പി. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്. പക്ഷെ ഇപ്പം 2 ദിവസം മുമ്പുണ്ടായ കാര്യം എന്താ വെച്ചാൽ ആൾക്കാർ ഇപ്പോൾ വ്ളോഗിൽ എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയാന്നുള്ള മോഡ്ക്കാവരുത്. നമ്മളൊരു കൂട്ടുകുടുംബമാണ്. ഇപ്പം ഞാനും കാണുങ്ങളും ഒരു കുടുംബക്കാരാണെന്നുള്ള ആലോചിക്കുക. അപ്പോൾ ഒരു കുടുംബത്തിലുള്ള ഒരാളെ കുറ്റം പറയുമ്പോൾ എന്തായാലും ഇപ്പം എൻ്റെ ഒപ്പം ഉള്ള ഒരാൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പം ഇന്നലെ കേപ്പിനെ ഒരാവശ്യമില്ലാതെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇന്നലെ നമ്മൾ പടക്കത്തിൻ്റെ വ്ളോഗ് എടുത്തു. ഞാൻ വളരെ മടിച്ചാണ് ആ വ്ളോഗ് എടുത്തത്. കാരണം യൂട്യൂബ് ഇപ്പം കെൻസിൻ്റെ ചാനൽ അടിച്ചു പോയത് പടക്കിട്ടിട്ടാണ്. നിഹാലിന് വാണിംഗ് വന്നത് ഫയർ വർക്സിന്റെ എഡിറ്റ് വന്നിട്ടാണ്. അപ്പം ഇവരൊക്കെ ഇതിൽ നിൽക്കുമ്പോൾ എൻ്റെ ചാനൽ അങ്കലാപ്പിലാക്കിയിട്ടാണ്. അതായത് ഇപ്പം അങ്ങനെ ഇടാൻ പറ്റൂല. പടക്കത്തിന്റെ സാധനങ്ങൾ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഏജ് റെസ്ട്രിക്ഷൻ ബാക്കിയോ. അതായത് 1 മണിക്കൂർ 15 അല്ലെങ്കിൽ 1 മണിക്കൂർ 20 മിനിറ്റിന്റെ അടുത്തുള്ള വ്ളോഗ് KP എന്ന് പറയുന്ന ഒരു വ്യക്തി ഓന് എനിക്ക് ആ വ്ളോഗ് പിടിച്ചു തരേണ്ട യാതൊരു ആവശ്യമുണ്ടോ? ഇല്ല. ഓൻ ഇവിടെ അകമ്പാടത്തൊന്ന് കടന്നു തുടങ്ങിയാൽ മതി. മറ്റേ പാട്ടും പാടി ഓൻ്റെ ഡിസൈനിങ് ഒക്കെ പോസ്റ്ററും ഡിസൈൻ ചെയ്ത് ഓന് കടന്നു തുടങ്ങിയ ഒരു കുഴപ്പമില്ല. ഈ പാവം KP നമുക്ക് നിങ്ങളാണ് എല്ലാവരും വ്ളോഗ് ഇടണം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി വ്ളോഗ് എടുത്ത് തരാൻ ഇപ്പോൾ ജിമ്മിക്ക് വർക്ക് ഉണ്ടാകുമ്പോൾ KP വന്നു. അപ്പം KP വന്ന് വ്ളോഗ് എടുത്ത് ഇതിൽ 55 മിനിറ്റായി വ്ളോഗ്. 20 മിനിറ്റ് യൂട്യൂബ് കട്ട് ചെയ്ത്, അതായത് പടക്കം പൊട്ടുന്നത്, ഓവർ എക്സ്പ്ലോഷൻസ്, കയ്യിൽ പടക്കം പിടിച്ചിട്ടുള്ള ക്ലിപ്സ്, കറക്കണ ക്ലിപ്സ്, ഡേഞ്ചറസ് ആയിട്ട് അതിൽ എങ്ങനെയൊക്കെ പടക്കം പൊട്ടുണ്ടോ ഫുള്ള് യൂട്യൂബ് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3-4 ബാന്, എത്രയോ കൺട്രിയിൽ റെസ്ട്രിക്ഷന്, ചാനൽ അങ്കലാപ്പില്ല. യു മസ്റ്റ് ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ പോസിബിലിറ്റി ടു ലോസ് യുവർ അക്കൗണ്ട് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. എന്നിട്ട് എൻ്റെ യൂട്യൂബ് ഒരാൾ നോക്കുന്നുണ്ടല്ലോ, മോണിറ്റർ ചെയ്യുന്നുണ്ടല്ലോ, പേര് പറയണ്ട. അപ്പം മൂപ്പര് ഫുൾ കാര്യങ്ങൾ ഡീൽ ചെയ്ത് ലാസ്റ്റ് എന്തായി റെഡിയാക്കി. ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്ത് അവസാനം വ്ളോഗ് 55 മിനിറ്റായിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ള മൂഡിലാക്കി. അപ്പം ഇനി പടക്കം ഇത്രയും വാങ്ങിയതല്ലേ, പൊട്ടിക്കാതെ കണ്ടല്ലോ ഇതിന് നമ്മൾ പൊട്ടിച്ചും ചെയ്തു. അപ്പം ഈ KP പാവം ഇതൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. ഇത് യൂട്യൂബ് കട്ട് ചെയ്തു, ഞാനങ്ങനെ അപ്ലോഡ് ചെയ്തു. ആൾക്കാർ വിചാരം എന്താ വെച്ചാൽ KP പടക്കം പൊട്ടണമൊന്നും എടുത്തിട്ടില്ല. പിന്നെ KP എന്തിനാ വന്നേ? KP ഇത് മൊത്തം ഷൂട്ട് ചെയ്തിരുന്നത്, ഇത് യൂട്യൂബാണ് കട്ട് ചെയ്തിരുന്നത്. അപ്പം KP അല്ല ജിംഷാദാണ് ഉഷാറ്. ജിംഷാ ഉഷാറാവും. കാരണം ജിംഷാൻ്റെ പണി വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫിയാണ്. ഓൻ ഈ ഫീൽഡിലുള്ള ആളാണ്. ഓന് ഫ്രെയിം അറിയും. നേരെ മറിച്ച് ജിംഷാനോട് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറയാം, ജിംഷാന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ജിംഷാൻ്റെ പണി ഷൂട്ടിംഗ് ആണ്, KPൻ്റെ പണി പോസ്റ്റർ ഡിസൈനിങ് ആണ്, KPൻ്റെ പണി പാട്ടാണ്. ഇപ്പൊ KP ഒരു പാട്ട് പാടാം, ജിംഷാനെ വെച്ച് ഇതാക്കാൻ പറ്റുമോ? ജിംഷാ ഒപ്പം പാട്ട് പറയാൻ പറ്റുമോ? എന്നിട്ട് ആൾക്കാരെങ്ങനെ കുറ്റം പറയണല്ലോ, ഇപ്പൊ KP ഒരു പാട്ട് പാടി, ജിമ്മി ഒപ്പം പാടി. എന്നിട്ട് ആൾക്കാർ പറയാം KP സൂപ്പർ സിംഗർ, ജിമ്മിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. എന്ത് മണ്ടത്തരാ? ഫീൽഡ് പറയല്ലേ. ഇപ്പൊ ഡോക്ടറാണ്, ഞാൻ പാട്ടുകാരനാണ്.
എനിക്കൊരു രോഗി അസുഖമായിട്ട് വന്നാൽ എന്ത് മരുന്ന് കൊടുക്കണം എന്ന് എനിക്കറിയും. പിന്നെ അടുത്തൊരു രോഗി വരിക എനിക്കറിയൂല, അപ്പൊ പറയാ ഡോക്ടർ ആവാൻ അസർ തന്നെ സൂപ്പർ ആവൂലേ, 5 കൊല്ലം പഠിച്ച MBBS മറ്റേ അതിന്റെ ഗ്രാജുവേറ്റും ഔസർജൻസി കഴിഞ്ഞിരിക്കണോ ആവൂലേ. അപ്പം നേരെ മറിച്ച് എനിക്കൊരു സ്റ്റേജ് ഇട്ടാ ഇജ്ജ് കൊടുക്കും പാടാൻ വയ്ക്കോ ഇല്ല. അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരായ പണിയുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലി വളരെ കുലീനമായി വളരെ കൈൻഡായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരെ തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാതിരിക്കുക. അതായത് ഇവരാണ് ഉഷാർ അതൊരിക്കലും ചിലപ്പം ഞാൻ പറഞ്ഞേ നിങ്ങൾ ഇന്നെ കമ്പയർ ചെയ്തോളൂ, ഇന്നെ പാരായിട്ട് കമ്പയർ ചെയ്തോളൂ. ഞാൻ എല്ലാം പറയാമല്ലോ എൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഞാൻ എത്രത്തോളം നല്ല സിംഗറാണ്, എത്രത്തോളം മോശം സിംഗറാണ്, എൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഇതൊക്കെ A to Z എനിക്കറിയാം. അത് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. എനിക്ക് എത്രത്തോളം പാടാൻ പറ്റും, എനിക്ക് ഏതൊക്കെ ടൈപ്പ് പാട്ട് പാടാൻ പറ്റും. പക്ഷെ മാഷാ അല്ലാഹ് എൻ്റെ പാട്ട് ആൾക്കാർ ഞാൻ പാടുന്നത് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അത് പോരെ മതി. ഈ കമ്പാരിസൺ വരുന്ന എന്തുകൊണ്ടാണ് കൂട്ടത്തിൽ വരുമ്പോഴാണ് അതാണ് പറഞ്ഞത്. ഇപ്പൊ വ്ളോഗ് എടുക്കാൻ തന്നെ നമ്മളെ കൂടെ എപ്പോഴും ഈ വ്ളോഗ് എടുക്കാൻ ഈ പെർഫെക്റ്റ് ആയിട്ട് വ്ളോഗ് എടുക്കുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓരുടെ പണി എന്താണ്, വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി. ഓർക്ക് വർക്ക് ഉണ്ടെങ്കിൽ ഓല് ചിലപ്പം ഇന്നിപ്പോ ജിംഷാ പോണ്ടിച്ചേരി പോയിക്കാണ്. സത്യം. അപ്പൊ ഓരോ ടൈമിനും ഓരോ സ്റ്റേറ്റിലൂടെയാണ് ഇവർ ട്രാവൽ ചെയ്യുന്നത്. സത്യം. ജിമ്മൊക്കെ ലാസ്റ്റ് 10-12 ദിവസമായിട്ട് ബിസിയാണ്. അതിലുപരി അവനൊരു കല്യാണം കഴിഞ്ഞ ആളാണ്. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റത്തെ ഒരു മാസം ആവണുള്ളൂ. അവൻ എത്രത്തോളം തിരക്കണമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ. അപ്പം പറ്റുകയാണെങ്കിൽ കുറച്ചൊരു മനുഷ്യത്തുള്ളവരെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാതൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ളവരെ അതുപോലെ തന്നെ ഗേൾസിനെയും കമ്പയർ ചെയ്യാതൊക്കെ. ഇതൊക്കെ ഇപ്പോൾ ഉള്ള ട്രെൻഡ് എന്താ വെച്ചാൽ ഷോർട്സിൽ ഇതിൽ ആരുടെ വൈഫാണ് സൂപ്പർ, ഇതിൽ ആരുടെ വൈഫിന്റെ ഡ്രസ്സാണ് സൂപ്പർ, ഇതിൽ ആരുടെ വൈഫ് ഇട്ട ഓർണമെന്റ് ആണ് സൂപ്പർ. എന്തിനാണ് ഇതൊന്നും ചെയ്യരുത് കേട്ടോ, വൻ മോശമാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം ഇവന്റെ തൊലിയും അത്യാവശ്യം കട്ടിയുണ്ട്, ഇന്റെ തൊലിയും കുഴപ്പമില്ലാത്ത കട്ടിയുണ്ട്. ഞങ്ങളെ കമ്പയർ ചെയ്തു വിഷയമല്ല, കമ്പയർ ചെയ്തില്ല വിഷയമല്ല. ഇനി എന്തോ നമ്മളെ കുത്തി വിഷയമല്ല, നമ്മൾ ചോർന്നു വിഷയമല്ല, നമ്മള് തിന്നില്ല വിഷയമല്ല, നമ്മൾ പോയി വിഷയമല്ല, നമ്മൾ പോയിട്ടേ ഇല്ല വിഷയമല്ല. കാരണം ഞങ്ങള് ഏറ്റവും ഞാൻ പറഞ്ഞ ഞങ്ങളൊരു 10-15 കൊല്ലമായിട്ട് തമ്മിൽ അറിയണവരാണ്. വെട്ടാനും ഞങ്ങൾ ഉഷാറാണ്, വെട്ട് കൊള്ളാനും നമ്മൾ ഉഷാറാണ്, എന്തിനും ഉഷാറാണ്. ഒരു കുഴപ്പമില്ല, എല്ലാരും കൊല്ലും ഞാനും ചാവും. അപ്പൊ ഈ വെട്ട് കൊള്ളാനും ഈ കട്ടില്ലാത്തവരാണ്. അപ്പം എന്താ വെച്ചാല് നമ്മളെ പോലെ ആവില്ല പുതുതായി കയറി വരുന്ന ഗേൾസും ഇവരൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആവും. അതായത് ചിലപ്പം ചില കമന്റ് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായിരുന്നുണ്ടെങ്കിലോ നിങ്ങൾ ആലോചിച്ചു. ഇപ്പം നിങ്ങൾ 2 വൈഫ്മാരെ കമ്പയർ ചെയ്യുക. അപ്പോൾ ഈ കമ്പയർ ചെയ്യുന്നതിൻ്റെ അടിയിൽ ഫുള്ള് ആൾക്കാർ തല്ലൂടുക, ഈ വൈഫാണ് സൂപ്പർ, ആ വൈഫാണ് സൂപ്പർ. എന്ത് കിട്ടി ഇനി ആ വൈഫ് സൂപ്പറായി, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കാര്യം? ഞാൻ വൈഫ് സൂപ്പറായില്ല, അതുകൊണ്ട് ഞമ്മക്ക് എന്താണ് കാര്യം? എന്ത് കാര്യം? ആ വൈഫിട്ട ലിപ്സ്റ്റിക്കിന്റെ ഗ്ലോസ് കുറച്ച് കൂടുതലാണ്. എന്ത് കാര്യം? ഗ്ലോസ് കുറഞ്ഞു, എന്ത് കാര്യം? അവനാന്റെ പെണ്ണുങ്ങളെ നോക്കി അവനാന്റെ പരിത്ത കാര്യം നോക്കി അവനാൻ പോവുക. അതായത് എല്ലാത്തിനും നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഇല്ല. അപ്പം ഞാൻ എൻ്റെ ഓഡിയൻസിനോട് പറയാനുള്ളത്, നമ്മൾ ബുദ്ധിയും ഞാൻ ഒരുപാട് ബുദ്ധിയുള്ളവനായിട്ട് പറയില്ല കേട്ടോ, ഞാൻ കണ്ണാടിയിൽ നോക്കി പറയാം, ഇവിടെ നിന്ന് പറയാം. അതായത് നമ്മൾ ബുദ്ധിയും വിവേകവും ഉള്ള ഒരാളായിട്ട് മാറുക. എന്നോടും കൂടി കേട്ടോ പറയണത്, ഒരാളുടെ മാത്രമല്ല. മറ്റ് കമ്പാരിസൺ ഈസ് എ തീഫ് ഓഫ് ജോയ് നോ, ജോയ് ഓഫ് തീഫ് നോ, അങ്ങനെ എന്തോ പറയാം. കമ്പാരിസൺ ഈസ് നോട്ട് എ കീ ഓഫ് ജോയ്, അങ്ങനെ എന്തോ ഉണ്ട്. അതെന്താ ഒന്ന് നെറ്റിൽ നോക്കിക്കാ. കമ്പാരിസൺ ഈസ് നോട്ട് തീഫ് ഓഫ് കമ്പാരിസൺ കോട്ട്സ് നടി എന്തോ ജോയ് അലുക്കാസ് എന്തൊക്കെയുണ്ട്. കമ്പാരിസൺ ഈസ് ദ തീഫ് ഓഫ് ജോയ്. അതായത് സന്തോഷത്തിന്റെ കള്ളനാണ് കമ്പാരിസൺ. അതായത് കമ്പാരിസൺ സന്തോഷം കളയുന്ന ഒരു കാര്യമാണ്. ഏത് സെൻസിറ്റീവ് ആയ ആൾക്കാർ കേട്ടോ, നമ്മളെന്താളിട്ടോളി 50-50 കമ്പയർ ചെയ്തോളി. ഞാൻ 60-60 പ്രശ്നമല്ല, ഞാൻ 40 പ്രശ്നമല്ല. കമ്പയർ ചെയ്യുമ്പോ ഒരു മാർക്കിടല്ലേ, ഞാൻ വെയിറ്റ് ആണ്. അല്ലല്ല കമ്പയർ ചെയ്യല്ല. ഇനി 70 പ്രശ്നമല്ല, ഞാൻ 30 എനിക്ക് പ്രശ്നമില്ല. ഇനി 100 പ്രശ്നമല്ല, ഞാൻ 0 പ്രശ്നമില്ല, ഞാൻ 100 എനിക്ക് പറയാനുള്ളത് നമ്മള് ഫണ്ണായിട്ട് പറയാം. പക്ഷെ ആൾക്കാർ ഇത് നോർമലി വ്ളോഗ് കണ്ടുപോയി വളരെ സമാധാനത്തോടെ മെച്ചോർഡായിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഓലോട് എനിക്ക് 100% റെസ്പെക്റ്റ് ആണ്. കാരണം
ജീവിതം അറിഞ്ഞാൽ ഇത് ഈസിയാണ്, ഓൾക്ക് മനസ്സിലാവും ആരെന്ത് പറയുന്നത് എന്ത് പറഞ്ഞത്. അപ്പം എനിക്ക് ഞാൻ തന്നെ കമൻറ്റിൽ എന്ത് ചെയ്തു, പിന്നെ ഇതൊക്കെ കണ്ട അവസ്ഥയൊക്കെ എല്ലാവരും കേപ്പിനെ ഇങ്ങനെ പറയാം ആവശ്യമുള്ളതുകൊണ്ട്. പാവം കേപ്പി ഓൻ്റെ ജോലി തിരക്കും കഴിഞ്ഞ് എത്രയോ മണിക്കൂർ കുട്ടികളെ പഠിപ്പിച്ച് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് തന്നിട്ട് കേപ്പി ഒന്ന് വരും വെച്ചപ്പോൾ ഒന്ന് എനിക്ക് വ്ളോഗ് എടുത്ത് തന്നെ ഓൻ ഇത് കമൻറ്റ് വായിക്കാം, ഓന് മനസ്സിന് സങ്കടമായല്ലോ. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഈ കമൻറ്റ് ഇടുന്നവരോടാണ് ഈ പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എമർജൻസി ഹോസ്പിറ്റൽ എമർജൻസി വന്നിട്ട് നിങ്ങളുടെ അയൽവക്കത്തുള്ളൊരു ചങ്ങായിനെ ഡ്രൈവറായിട്ട് വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്, ഓൻ ആംബുലൻസ് ഡ്രൈവർ അത്ര പവർ ഇല്ല നിങ്ങൾ പറയും. അത്രേ ഉള്ളൂ. കാരണം ആംബുലൻസ് ഡ്രൈവർ ആളെ പോലെ ഉണ്ടാവില്ല, അപ്പുറത്തുനിന്ന് പെട്ടെന്ന് വിളിച്ചാൽ ഓന് കുറച്ച് ടെൻഷൻ ഉണ്ടാവും, ബേജാറുണ്ടാവും, ബത്തപ്പാടുണ്ടാവും. ഇതൊക്കെ ഒരു തട്ടിക്കൂട്ട് ജീവിതമാണ്. എല്ലാവരും ഇവിടെ ഒരു ചെറിയ സമയത്തിനാണ് വന്നതെന്നുള്ളത് എന്ത് മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കുക, എല്ലാവരും സ്നേഹിക്കുക. എന്തെങ്കിലും മുടക്കുണ്ടോ? ഒരു മുടക്കില്ല. അപ്പം നമ്മൾ എത്രയോ വർഷമായിട്ട് നമ്മൾ ഒരുപാട് ഫീൽഡിൽ കൂടെ പോകുന്ന ആൾക്കാരാണ്. ഒരു ടീമിനേറ്റും നമ്മളൊന്നും ഒരാട്ടി ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ നമ്മൾ നിന്നിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യണേ, മറ്റേ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ. ഇതുവരെ നമ്മളെ കുറ്റം പറഞ്ഞ ആരെങ്കിലും ഒരാൾക്കെതിരെ നമ്മൾ സംസാരിച്ചിരിക്കണോ? ഒരിക്കലുമില്ല. കമന്റ് പോലും ഇടാൻ നിന്നില്ല, എക്സ്ട്രീം ആണെങ്കിൽ മാത്രം ജസ്റ്റ് അതായത് നമ്മളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു, അതായത് 10 മിനിറ്റിന്റെ 10 സെക്കൻഡ് സാധനം കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇല്ലാത്ത പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു ലോങ് വീഡിയോ ആകുമ്പോൾ 10 സെക്കൻഡ് മാത്രം കട്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്ത് നല്ല ചാമ്പ. അപ്പോൾ അങ്ങനത്തെക്കെതിരെ നമ്മൾ പറയും. പക്ഷെങ്കിൽ വേറൊരാൾക്കെതിരെ അനാവശ്യമായി നമ്മൾ പറഞ്ഞില്ല. അപ്പം നമ്മളൊരു മനോഭാവം തന്നെ ആര് സ്വീകരിക്കുക, നിങ്ങളെല്ലാവരും സ്വീകരിക്കുക, ഫ്രീ ആക്കി വിടുക, എല്ലാവരും സ്നേഹിക്കുക. നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. ഞാനാണെങ്കിലും ഷാനു ആണെങ്കിലും ഇക്കു ആണെങ്കിലും സൽമാൻ ആണെങ്കിലും നിഹാലാണെങ്കിലും ജിമ്മി ആണെങ്കിലും അസറു ആണെങ്കിലും അർഷു ആണെങ്കിലും ബാസിലാണെങ്കിലും ഞാൻ ആരൊക്കെയുള്ളത് എല്ലാവരും ഹർഷയാണെങ്കിലും പിന്നെയും ജസീമാണെങ്കിലും മിക്കി ആണെങ്കിലും പിന്നെ അച്ചു ആണെങ്കിലും പിന്നെ ഈച്ചു ആണെങ്കിലും എല്ലാവരും ഈക്വലായിട്ട് കാണാം. നമ്മളൊക്കെ ഒരു കുടുംബമാണ്. ഞങ്ങളിടയിൽ പ്രശ്നങ്ങളില്ല, പരിതാപങ്ങളില്ല, ഉഷാറായിട്ട് പോകണമെന്നാണ്. അപ്പം അങ്ങനെ കാണാം. എനിക്ക് കേപ്പിനെ പറഞ്ഞപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് ഇടങ്ങാറായി. എല്ലാവരും കൂടി അല്ല ഇന്നെ പറഞ്ഞ അത്ര എനിക്ക് ഇടങ്ങാറില്ല. ഓന്റെ വണ്ടിയാണ് പറക കയറ്റിയാണ്ട് ഗ്രൗണ്ട് കയറ്റിയത്. നിങ്ങളെല്ലാവരും ആ വ്ളോഗ് കാണാൻ തന്നെ വലിയ കാരണം എന്താ വെച്ചാൽ അത്രയും പടക്കങ്ങൾ ഇട്ട ആ വണ്ടി എത്തിയത് കേപ്പിന്റെ വണ്ടിയാണ്. രണ്ടാമത് കേപ്പിയാണ് ആ ഗ്രൗണ്ടിന്റെ അടുത്ത് ആ വണ്ടി നിർത്താൻ സമ്മതിച്ചതും പടക്കം പൊട്ടാൻ സമ്മതിച്ചതും. ഈ എൻജോയ്മെന്റിലൊന്നും കൂടാതെന്നുള്ളതാണ് ഞാനും കേപ്പിയും. ഓനും ആണെങ്കിൽ 4 പടക്കം പൊട്ടിച്ചാൽ ഓനും ആഗ്രഹം ഉണ്ടാവും. അതിൽ നിന്നടക്കം മാറി ഇന്നോനെ കുറ്റപ്പെടുത്താതെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അപ്പം എന്താ വെച്ചാൽ പടച്ചോൻ നമുക്ക് താനെ നന്മ തരും. നമ്മൾ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ പടച്ചോന് നമ്മൾക്കും നന്മ തരും. മറ്റുള്ളവരുടെ വിജയങ്ങളിൽ പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കണ്ടുണ്ടാക്കോളി. നിങ്ങൾ മനസ്സിൽ ചിലപ്പോൾ ആണെങ്കിൽ നമ്മൾ നോർമലി എന്തെങ്കിലും പടക്കം പൊട്ടിച്ചിന് വീഡിയോ നിങ്ങൾക്ക് പറ്റണില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ ഫ്രണ്ട്ഷിപ്പായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റണില്ല, ഓക്കെ നിങ്ങൾ അടിച്ചിട്ടോളി. മനസ്സിലായി. അപ്പം എന്താ വെച്ചാൽ ഞാൻ പറയണത് നമ്മളെ പറ്റി പറഞ്ഞോളി, കുഴപ്പമില്ല, നമുക്ക് ബാധിക്കുകയില്ല. എന്ത് കുറ്റം പറഞ്ഞാലും നോ പ്രോബ്ലം. ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണമുള്ളിടത്തോളം കാലം, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം, എൻ്റെ അനിയന്മാരെ എനിക്ക് നോക്കാൻ പറ്റുന്നിടത്തോളം കാലം, ഞാൻ ആരോഗ്യവാനായിരിക്കുന്നിടത്തോളം കാലം, ഞാൻ സന്തോഷവാനായിരിക്കുന്നിടത്തോളം കാലം, ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോടത്തോളം കാലം എനിക്ക് ആര് പുറത്തുനിന്ന് എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഞാൻ എൻ്റെ ഹാപ്പിനെസ് കണ്ടുവച്ചിരിക്കുന്നത് വേറെ പല പല സാധനങ്ങളിലാണ്. അത് മുറിയാത്തോടത്തോളം കാലം, ബന്ധങ്ങൾ തെറ്റെടുത്തോളം കാലം ഞാൻ ഹാപ്പിയാണ്. സങ്കടം വരും, നമ്മൾ ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടു പോകുമ്പോൾ, ഒരാൾ മാറിപ്പോകുമ്പോൾ നമ്മളോട് സംസാരിക്കാണ്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവും, കണ്ണുനോളം വരും, അതങ്ങനെ ആവും. പക്ഷെ ഇത് നമുക്ക് പ്രശ്നമില്ല. അപ്പം എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇന്ന് വിഷയത്തിലേക്ക് വരട്ടെ. അപ്പം ഇന്ന് അസറു പോവാണ്, തിരിച്ച് ജോർജിയയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ വരവ് മാഷാ അല്ലാഹ് മറ്റേത് വരവിനെക്കാട്ടിലും എൻ്റെ എനിക്ക് കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതെനിക്ക് വലിയൊരു സന്തോഷം കിട്ടുന്ന ഒരു നിമിഷം ഇല്ലേ? കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാണ്. ഭയങ്കര ഹാപ്പിയായി ഞാൻ. ബർത്ത്ഡേക്ക് നിങ്ങളെല്ലാരും കണ്ടൊക്കെ വീഡിയോ എനിക്ക് പോയില്ല. എപ്പോഴും കേക്ക് വാങ്ങി വന്ന് അത് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. നമ്മളിപ്പോ അങ്ങനെ പൊട്ടാനാണ്ടാവുന്നില്ല. പക്ഷെ അത് ബർത്ത്ഡേന്റെ അന്ന് ഇവർക്ക് അറിയാൻ പറ്റും, ഇവർക്ക് ഇൻഫോം ചെയ്യാൻ ആൾക്കാരുണ്ടാവും, ആരും പെരക്കാരെങ്കിലും ഇവരോട് പറയും എന്നുള്ളത് എനിക്കറിയാം. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ സ്റ്റേജ് കയറ്റിയാണ്ട് ഇവര് ഇതാക്കിയത് അതൊക്കെ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം മൊമെന്റ് ആണ്. അന്ന് കറക്റ്റ് ആ ഡേറ്റിൽ പരിപാടി വരും. അത് എനിക്കും കൂടി കിട്ടിയ ഭാഗ്യമാണ്. പരിപാടി അന്ന് വന്നു, അസറിനെ കൊണ്ട് വന്ന് പോകാൻ പറ്റി, എല്ലാവർക്കും പോകാൻ പറ്റി, കുറെ പരിപാടിയും കാണാൻ പറ്റി. സോ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്രാവശ്യം കുറെ അസറിന്റെ ഒപ്പം പരിപാടി കൂടാൻ പറ്റില്ല. എന്തൊക്കെയാണ് നമ്മളെ പെട്ടിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്നത്? നിനക്ക് വേണ്ടി ഞാൻ ഇത് അൺബോക്സ് ചെയ്തു. ആയിക്കോട്ടെ. ശരിക്കും പോകുമ്പോൾ പൂട്ടിച്ചിന് ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാം. ഇതിലൊന്നുമില്ല. ഇതിലുണ്ട് ഡ്രസ്സുകൾ, ട്രൗസറും ഡ്രസ്സും. പക്ഷെ ഇതില് നമ്മളവിടെ ചെക്കന്മാരുണ്ടോ? ഇതുണ്ടോ ഹാൻഡ് ലഗേജ് ഉണ്ടോ? ഏതില് സാധനങ്ങളുണ്ട്. ചിപ്സ്,
ബേക്കറി ഐറ്റംസ്, പൂളപ്പൊരി, പിന്നെ നുറുക്ക്, പിന്നെ ഇത് സ്റ്റുഡന്റിന്റെ പാരന്റ് അയച്ചത് അത് കൊണ്ടുപോണ്ട്. അപ്പം അസറു എത്രത്തോളം അതായത് ഓൻ്റെ പണിനോട് ഓൻ എത്രത്തോളം കൂറുള്ളവനാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ വെറുതെ പെട്ടിറപ്പിച്ചാട്ടോ, കാരണം എന്തെങ്കിലും എനിക്ക് പറയാൻ വേണ്ട. അപ്പോൾ അസറു ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയണ പോലെ അസറു ജോർജിയയിൽ സ്റ്റുഡൻസിന് MBBS നഴ്സിംഗ് BBA ഒക്കെ സ്റ്റുഡൻസിനെ അബ്രോഡ് എഡ്യൂക്കേഷന് ബെയ്റൂട്ട് എന്ന പേരിലുള്ള നമ്മളെ കോഴിക്കോട് തന്നെ ഓഫീസും കാര്യങ്ങളും ഉള്ള അതാണ് അസറുവിൻ്റെ പണി, അതാണ് അസറുവിൻ്റെ ബിസിനസ്. അപ്പം എത്രത്തോളം, കാരണം എല്ലാ പ്രാവശ്യവും ഇപ്പം ജോർജിയിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയാ പറയാ, അത് അങ്ങോട്ട് ശരിയാക്കാം, ആ പൈപ്പ് ശരിയാക്കാൻ പറയും. പിന്നല്ലേ അത് നോക്കാം, ആ പൈപ്പ് ഓരോ റൂമത്തെ പൈപ്പില്ലേ അതൊന്നും അതിൻ്റെ എന്തോ അടഞ്ഞിരിക്കണം, പിന്നല്ലേ മറ്റടുത്ത് വാഷിംഗ് മെഷീൻ എന്തോ കിടന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ആരെ വാഷിംഗ് മെഷീനും ആരെ പൈപ്പ് വേണമ്പോൾ നന്നാക്കണമെന്ന് ഞാൻ കരുതും. അപ്പോൾ ജോർജിയയിൽ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് അന്തം വിട്ട് പോയിട്ടുണ്ട് അവിടെ ചെന്ന ടൈമിൽ. അവിടെ അസറൂന് കിട്ടുന്ന ഒരു റെസ്പെക്റ്റും അവിടെ ഓൻ ചെയ്യണ കാര്യങ്ങളുള്ള അതിലുള്ള നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ടതാണ്. അതായത് ഓൻ കൊണ്ടുപോയ സ്റ്റുഡൻസിന് A to Z ഒരു 5-6 കൊല്ലത്തിന് മാക്സിമം ഓനെ കൊണ്ട് പറ്റണത്ര പറ്റണ മാക്സിമം നോക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഓന് കയറ്റിപ്പോയ സ്റ്റുഡൻസിൻ്റെ ഇപ്പോൾ ഓൻ അതിൻ്റെ ആവശ്യമില്ല, ഓൻ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ഓൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞു, ഓൻ്റെ പരിപാടി കഴിഞ്ഞു, ആ കുട്ടിക്ക് ഒരു റൂമും കാര്യങ്ങളും ചെയ്ത് കൊടുത്താൽ അന്നിൽ അർപ്പിതമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതായത് വാക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇതൊക്കെ വാക്കിന്റെ പുറത്തുള്ള സാധനങ്ങൾ. ഇപ്പൊ ഇതൊരു കുട്ടിന്റെ പാരന്റ് ജോർജിയയിൽ ഇപ്പൊ MBBS അല്ലേ, MBBS പഠിക്കുന്ന ഒരു കുട്ടിന്റെ പാരന്റ് ഓന് കൊടുത്ത ലഗേജാണ്. ഓന് വേണമെങ്കിൽ വേറെ സാധനങ്ങൾ കുറെ ഏറ്റി പോകുന്നുണ്ട്. ഈ ലഗേജ് ഏറ്റി കാരണം ഓൻ്റെ ലഗേജ് ഇത്ര സ്ഥലം കളയേണ്ട ആവശ്യമില്ല, പക്ഷേ ഓൻ ആ സാധനം എടുത്തിട്ടാണ് പോണത്. സോ അതെനിക്ക് സെലക്ട് അടിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അഡ്മിഷൻ എടുത്ത് പോലൊക്കെ റൂമിലായി കഴിഞ്ഞാലും 2 കൊല്ലം കഴിഞ്ഞാലും ഓലെ പൈപ്പ് കടന്നാലും വാഷിംഗ് മെഷീൻ കടന്നാലും പ്ലംബറിനെ വിടുന്നത് ഉപനാണ്. എല്ലാരെയും കൊല്ലും ഞാനും ചാവും. അപ്പോൾ A to Z കാര്യങ്ങൾ അസറു ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ അടുത്ത ഇൻടേക്ക് എപ്പോഴാണ് വരുന്നത്? ഫെബ്രുവരി കഴിഞ്ഞു, ക്ലോസ് ആയി, ഇനി സെപ്റ്റംബർ. അപ്പം സെപ്റ്റംബറിലൊക്കെ ജോർജിയയിൽ MBBS അതുപോലെ തന്നെ നഴ്സിംഗ്, BBA, MBA എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ നമ്മളെ വ്ളോഗ് കാണുന്ന ഏതെങ്കിലും ഉമ്മമാരെ കുട്ടികളോ ആരെങ്കിലും അബ്രോഡ് MBBS ആഗ്രഹിക്കുന്നുണ്ട്. ജോർജിയ മാത്രമല്ല, ഉസ്ബക്കൊക്കെ അല്ലേ ഇപ്പം? ഉസ്ബെക്കിസ്ഥാന്, ജോർജിയ, അവിടെ MBBS നഴ്സിംഗ് അങ്ങനത്തെ ചെറിയ പൈസക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ. പിന്നെ വിത്ത് പാർട്ട് ടൈം UK, കാനഡ അങ്ങനത്തെ ഏരിയയിൽ വിത്ത് പാർട്ട് ടൈം ആയിട്ട് അവർക്ക് അവിടെ ഫീസ് കൂടും, പക്ഷെ അതിനനുസരിച്ചുള്ള ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ചെറിയ ഫീസിന് ഇവർക്ക് പഠിക്കാൻ പറ്റുന്ന റീസണബിൾ ആയിട്ടുള്ള കൺട്രീസ് കുറെ ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ പുതിയ കൺട്രീസ് അതിലൊക്കെ ഓപ്പൺ ആക്കും ഇൻഷാല്ലാ. പിന്നെ UK ഒക്കെ അല്ലേ? എല്ലാം ഉണ്ട്. UK ഉണ്ട്, കാനഡ ഉണ്ട്, ഇപ്പൊ ഓസ്ട്രിയ. അപ്പം ഒരുപാട് രാജ്യങ്ങളിൽ വർക്ക് മൈഗ്രേറ്റ്, പിന്നെന്താ സ്റ്റഡി വർക്ക് മൈഗ്രേറ്റ്, സ്റ്റഡി പഠിക്കാനും വർക്ക് ചെയ്യാനും മൈഗ്രേറ്റ് ചെയ്യാനും എല്ലാ പരിപാടിക്കുള്ള പരിഹാരങ്ങളും അസറൂൻ്റെ അടുത്ത് അവൈലബിൾ ആണ്, ബെയ്റൂട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ബെയ്റൂട്ടിൻ്റെ ഇത് ഞാൻ എന്ത് ചെയ്യുക, പേജിൻ്റെ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എന്താവശ്യം ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഓഡിയൻസിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ അസറൂനെ കോൺടാക്ട് ചെയ്യുക. 100% ഓക്കെ ആവും. എന്തെങ്കിലും ഇനിയൊരു പ്രശ്നം വന്നു അതിനുള്ള പരിഹാരം കണ്ടെത്തി ഇനി പൈസയാണ് തിരിച്ചു വേണമെന്ന് നമ്മൾ കൊടുക്കും. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആക്കൂല, കാരണം ഇവന്റെ ഗ്യാരണ്ടിയിലേക്കാണ് നിങ്ങൾ തരുന്നത്. ഇവന് മോശം പേരുണ്ടാക്കുന്നത് ഞാൻ ചെയ്യൂല. അപ്പൊ ഇതുവരെ മാഷാ അല്ലാ ദൈവം സഹായിച്ചോണ്ട് അൽഹംദുലില്ലാ പടച്ചോ സഹായിച്ചോണ്ട് ഇതുവരെ ഒരു ബാഡ് മാർക്കും ഇല്ലാണ്ട് ഒരു നെഗറ്റീവ് പോയിന്റും ഇല്ലാണ്ട് പോകുന്ന ഒരു സ്റ്റഡി അബ്രോഡ് ഫേമാണ് അസറൂൻ്റെ ഫേം ബെയ്റൂട്ട്. അപ്പോൾ മസ്റ്റായിട്ടും ഇമ്മമാരൊന്നും മറക്കരുത്. ആരെങ്കിലും +2 കഴിഞ്ഞിട്ടും ഇനി ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ പുറത്ത് മൈഗ്രേറ്റ് ചെയ്യാനും പഠിക്കാനും വർക്ക് ചെയ്യാനും സ്റ്റഡി അബ്രോഡ് പോകാനും MBBS എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പ്ലീസ് ടു കോൺടാക്ട് അസറു. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. ജെയ്സി കണ്ടമാനുണ്ടല്ലോ, ഇതാ ഞാൻ പറഞ്ഞില്ല ഒരു ടീം അയക്കുന്നുള്ളത്. ഇത് ഫുള്ള് ജെയ്സി 1 2 3 12 ടൂർണമെന്റ് പോണോടെ. ഇത് പിന്നെ ഹിൻലെസ്. ഇത് ഷാനിക്ക് എന്താണ് നമ്മളത് ട്രിപ്പ് പോയില്ലേ, അത് പുതിയതാ. ഇത് ഒന്നല്ലേ, ഇത് പുതിയതാ. ഇതിനോട് അവിടെ എത്തിയിട്ട് മഞ്ഞത്തൊരു ഫോട്ടോ ഉണ്ടാവും റെക്കോർഡ്സ്. അപ്പൊ നമ്മളെ ഹിൻലെസ് റെക്കോർഡ്സ് ഇട്ടാ. അപ്പൊ ലാസ്റ്റ് 2 ദിവസം നമ്മൾ ഓഫറൊക്കെ ഇട്ടിട്ട് റെക്കോർഡ് സെയിലാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക, പേര് പോലെ തന്നെ ഹിൻലെസ് റെക്കോർഡ്സ്. ഞങ്ങൾക്ക് റെക്കോർഡുകൾ നേടിയിട്ട് ഞങ്ങൾക്ക് ആകെയുള്ള ഒരു സംരംഭമാണ്. ഊരണ്ട. അപ്പൊ ഇത്രയും സാധനങ്ങളായിട്ട് അസറു ഇവിടുന്ന് നടന്നു നീങ്ങുകയാണ്. അപ്പം ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ ഞാൻ പുറത്തുനിന്ന് നോക്കട്ടെ കേട്ടോ. അപ്പൊ പൂട്ടിക്കോ. ഹാൻഡ് ബാഗ് ഇല്ല, ഹാൻഡ് ബാഗിന്റെ ക്യാമറ ബാഗ് ലാപ്ടോപ്പ്.
ഇത് ഇതേപോലെ എല്ലാ പരിയിലും ഉണ്ടാവും കേട്ടോ. എവിടെയാണോ ചോറ് കിട്ടണത് അവിടെ പോണ ഒരു ടീം. അതിപ്പോൾ ഇനി ഒരാൾ ഗൾഫിൽ പോവുകയാണെങ്കിലും ഒരു താത്ത ഗൾഫിൽ നിന്ന് വരികയാണെങ്കിലും ഇനിയിപ്പോൾ മരിപ്പുണ്ടെങ്കിലും ഇനിയിപ്പോൾ ജനനുണ്ടെങ്കിലും മുടിയളീച്ചലുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നാട്ടിലെല്ലാ പരിപാടിക്ക് എത്തിപ്പെടുന്ന ഒരു ടീം ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഇതേപോലെ തിന്നാൻ കിട്ടിയാൽ മതി. ഇപ്പോൾ ഒരു വന്നിക്കണ വെച്ചാൽ 4 മൈസൂർ പായത്തിനാണ് കാണിച്ചു കൊടുത്താൽ അത്രക്കുള്ളൂ. ചെറിയ ആവശ്യങ്ങളെ ബിൽക്കുള്ളൂ. 4 മൈസൂർ പായം, അല്ലെങ്കിൽ 2 പുഴുങ്ങിയ നേന്ത്രപ്പായം, അല്ലെങ്കിൽ 4 മുട്ട, 2 ബ്രെഡ് ഓംലെറ്റ്. ഇനിയിപ്പോൾ എന്താ പോലത്തെ ഒരു സർവന്റിനെ കിട്ടണം നമുക്ക്. അന്ന് കോഴിക്കോട് നിന്ന് ഇവിടെ 2 മണിക്കൂർ 2.5 മണിക്കൂർ മസാജ് ചെയ്ത് തന്നെ ഓഫർ ചെയ്തത് ആകെ 125 റുപ്യ 150 റുപ്യൻ്റെ ഒരു ചോക്ലേറ്റാ. നഷ്ടമായിട്ട് എൻ്റെ ഇപ്പത്തൊരു മറ്റേ ഔട്ട്സൈഡ് വാല്യൂ വെച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കരുത്. സെലിബ്രിറ്റി മസാജാണ് ചെയ്ത് കൊടുക്കണം ഇപ്പം. അപ്പം ഇതേമാതിരിയുള്ള ടീമിനെ നമുക്ക് എല്ലായിടത്തും വേണമെന്നാണ് എനിക്ക് പറയുള്ളത്. ഇതിൻ്റെ ടീമാണ് കേട്ടോ. എന്തുണ്ടെങ്കിലും ഇവിടെ എത്ര റീനാനോ ഇടറാ മാനുടി പോയോ? അന്നാ അവിടെ പോയപ്പോഴാണ് അണലി കൊത്തിയോനെ. അണലി വട്ടക്കൂറേ എന്തോ ഒരു പാമ്പ് ഇതാക്കിയില്ലേ? ഫർസല്ല നിങ്ങളെന്നെ വന്നിട്ടുള്ളൂ. അപ്പം അഫീഫുണ്ട് കേട്ടാടെ. അഫി എന്താ പറ്റി? അത് മറ്റേ മുട്ടയല്ലേ? ഇത് പണ്ടത്തെ അല്ലേ? അതുണ്ടോ എടുക്കാനുള്ളതുണ്ടോ? നക്കാത്ത ഉണ്ടോ? എല്ലാം നാമച്ചല്ല, എല്ലാം നാമക്കട കണ്ടി അന്നാണ് അത് വെച്ചാലുണ്ട് കേട്ടോ. മുടി പ്രശ്നമില്ല അങ്ങോട്ട് നോക്കണം കേട്ടോ. അപ്പം ഈ സാധനം ഇപ്പം നമ്മൾ വ്ളോഗിൽ ഫുള്ള് പഴയ സാധനങ്ങളാണ്. ഈ സാധനം ഓർമ്മയിലുണ്ടാ പണ്ട് എൻ്റെ മോൻ ഈ സാധനം ഇങ്ങനെ കറക്കി ഇതിങ്ങനെ ക്ലാസ് കുത്തിട്ട് തിന്നൊരു സുഖം ഉണ്ടല്ലോ. ഇത് തിന്നു കഴിഞ്ഞാൽ വേറെ പണിയുണ്ട്. സോഡ കുപ്പിന്റെ മൂടി നമ്മൾ അടിച്ചുകൊണ്ട് അത് കുറച്ചുകൂടി മൂർച്ച കൂടും. അത് എപ്പോഴേ എന്റെ പണി അതാക്കിക്കാണ്ട് എന്റെ ബെഞ്ചിന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെ ചൂടാവും, അങ്ങനെ 3-4 യൂണിഫോം പൊള്ളും ചെയ്യും, മുറിയാവും ചെയ്യും. അപ്പം ഇത് ചെയ്തോലുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ. ഇതൊക്കെ പണ്ട് ഞാൻ പറഞ്ഞേ വ്ളോഗ് കാണുന്നവർക്ക് കറക്റ്റ് ഓർമ്മയുള്ള സാധനം ആവട്ടെ. ഈ സാധനം ഇങ്ങനെ പിടിച്ചിട്ട് ഗ്യാസ് മുട്ടായി എനിക്കറിയാം അങ്ങനെ തന്നെയല്ലേ? ബാക്ക് മുന്നിക്കും കറക്കാം. എനിക്കറിയില്ല, നല്ലോണം കറക്കണം. എടാ അങ്ങനെ കറങ്ങണില്ല, ഇത് കറങ്ങണില്ല. ഒന്ന് എടുത്താ ഞാൻ 2 മിനിറ്റ് നോക്കി. സോഡാമുടി കറങ്ങണ പോലെ കറങ്ങണില്ല, കണ്ടോ? അത് പൊട്ടി. അത് വേണ്ട ഇത് കറങ്ങും. ഇതെന്താ ടൈൽസ് കൊണ്ട് ഉണ്ടാക്കിയതോ? നക്കീക്കണോ? എടാ എന്നാ കറക്കട്ടെ. ഇത് അസറുവിൻ്റെ അഞ്ചനാട്ടോ. എന്തെങ്കിലും അസറുവിൻ്റെ അടുത്ത് ഒരു മാറ്റണ്ടേ കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യാൻ കഴിയില്ല, കാരണം മാറ്റല്ല. പണ്ടൊക്കെ വെച്ചിനി ഞാൻ പറയട്ടെ, നമ്മളെ വിരലിന്റെ വണ്ണം കൂടി നൈസിലിങ്ങനെ ലൂസാക്കി കൊടുക്കുക, ടൈറ്റായി കൊടുക്കുക, ലൂസാക്കി കൊടുക്കുക, ടൈറ്റായി കൊടുക്കുക. പക്ഷെ സോഡാമുടിന്റെ അത്ര വെയ്ക്കുള്ളതേ അർച്ചി അടിക്കാം. എന്തോ ഈ സോഡ മുട്ടായോ എന്നെ ലൂസാക്കി കൊടുക്കുക, കറക്കുക. കൊണ്ട ഹർഷി കറക്കാനും വളക്കാനൊക്കെ അടിപൊളിയാ. ഇപ്പം ഹർഷി നല്ല അവസ്ഥ ഉണ്ടായിരുന്നു. ഹർഷി അതിലെ വിട് നല്ല വിട്. അതാ ഫ്ലോ കിട്ടിയ പിന്നെ അങ്ങനെ കറങ്ങിക്കോളൂ. അതാ സാധനം കിട്ടി. ഇത് ഓൾറെഡി എന്റെ വല്യമ്മ ആക്കിയല്ലേ? ദാരി മുറിയാക്കിയാ ചേട്ടാ ഇങ്ങനെ നമ്മള് പണ്ട് കാട്ടിയില്ല. ഇതൊക്കെ ടീമാണ്. ഇതൊക്കെ ഇപ്പത്തെ ഈ കാട്ടറകളാണ് ഇതൊക്കെ കാട്ടറ, നമ്മളല്ല. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞ അമ്പല ടീം. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അമ്പല കമ്മിറ്റിയിലാവട്ടെ, പള്ളി കമ്മിറ്റിയിലാവട്ടെ, മറ്റേ ചർച്ചിലാവട്ടെ, എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചോറ് വിളമ്പുണ്ടോ സ്ഥലത്തെത്തിയാണ്ട് കാര്യങ്ങളും നീക്കുപോകളും പരിപാടിയൊക്കെ ചെയ്യണം നമ്മളെ സ്വന്തം ടീമാണ് ഇവര്. അപ്പം ഇനി ബാക്കി നമുക്ക് പെട്ടി കയറ്റല്ലേ? പോരി. പാസ്പോർട്ട് ബാഗ് ലോകത്ത് 2 പാസ്പോർട്ടുള്ള ഏക വ്യക്തിയാണ്. അതെങ്ങനെ? ഒന്ന് വലുതും ഇതെൻ്റെ പാസ്പോർട്ട് വലുതാക്കിയില്ലേ? എൻ്റെ അച്ച് കഴിഞ്ഞില്ലേ? എനിക്ക് 2 പാസ്പോർട്ടാണ്, 2 ഇന്ത്യൻ പാസ്പോർട്ട്. ഈ സാധനം ഇങ്ങനെ കൊണ്ടു നടക്കണം. അപ്പം
അതെന്ത് ഒന്ന് മാറ്റി അപ്പം പുതിയത് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇല്ല, പഴയ വിസ ഇതിലുണ്ടെങ്കിൽ മാത്രം ഇത് കൊണ്ടുവന്നാൽ മതി. ഇതൊരു ഓട്ടോ. പക്ഷെ ചില എയർപോർട്ട് സീനാ ഇതാരാ ഇതില്ലേ ഈസാന്റെ എന്താ പ്രശ്നം അറിയോ? ഈസാന്റെ ഒരു ദിവസം ഒമാന എയർപോർട്ടിൽ നിന്ന് സ്കാൻ ചെയ്തപ്പല്ലേ ബംഗാളിന്റെ ഫോട്ടോ വന്നു. അങ്ങനെ ബംഗാളിന്റെ ഫോട്ടോ ആണ് വന്നത്. അവിടെ പിടിച്ചു വെച്ചാണ് ഓന് എയർപോർട്ട് ഷാപ്പ് ഉണ്ട്. ഒന്നാമത് എല്ലാ എയർപോർട്ടിലും എന്തെങ്കിലും പണി ഉണ്ടാക്കലുണ്ട്. അവിടുന്ന് എന്താട്ടി ബംഗാളിന്റെ ഫോട്ടോ വന്നിട്ട് ഇങ്ങനെ വെക്കുക ദേഷ്യം വന്നിക്കണേ. എന്നിട്ട് അതിൽ ഞാൻ ഫോം വിളിച്ചു എന്താ പ്രശ്നം, ഏതോ ബംഗാളിന്റെ ഫോട്ടോ ആണ്. പിന്നെ ഞാൻ എന്താ കാട്ടണത് അതിൽ പഴയ പാസ്പോർട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് രണ്ടാമതൊക്കെ റീഅഷ്യൂർ ചെയ്ത് വിട്ട്. അപ്പൊ ഇപ്പൊ രണ്ടും കൊണ്ടു നടക്കല. ഇതില് വിസ ഉള്ളണ്ടല്ലേ? വിസ ജോർജിയ വിസ എന്റെ കഴിഞ്ഞു. എന്റെ ഇതിലൊന്നുമില്ല. ഇത് പാസ്പോർട്ട് ഫുൾ ആയിട്ടാ. വിസ ഇതല്ലേ? ഇത് വിസ നമ്മളത് ജോർജിയത്തെ വിസ ഇതിലുണ്ടാവില്ല. കാർഡാണ്. ഇതൊക്കെ എന്താ? ഇത് യൂറോപ്പ് വിസ, ഷെങ്കൻ. ഓ ഇതൊന്നും ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ അച്ചുകൾ മാത്രമേ ഉള്ളൂ. അച്ചുകള് അല്ല അപ്പൊ ദുബായ് വിസ അടിച്ച് ഇതിൽ അടിച്ചു തരാം. ദുബായിൽ വിസ ഈ വിസ അല്ലേ, സ്റ്റാമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് അർമേനിയന്റെ വിസ. അവിടെ പോകുമ്പോ അടിച്ചണല്ലേ? ഇത് ഫുള്ളായില്ലേ? ഫുള്ളായി. ഇനി ഇതും നമ്മളെ കോഴിക്കോട് എയർപോർട്ടുകാരെ ഒരു മെച്ചം തരാം. എടുത്ത് പറയേണ്ട ഒരു സാധനം എന്താ നമ്മളെ സ്റ്റാമ്പ്. ഇത് നമ്മളെ ജോർജിയത്തെ സ്റ്റാമ്പ് ആട്ടോ, വൃത്തിക്ക് അടിച്ചു. ഇനി കോഴിക്കോട്ടാരെ സ്റ്റാമ്പ് ഞാൻ കാണിച്ചതാ. അവിടെ ഇവിടെ ഓ വർത്താനൊക്കെ വർത്താനം ചോദിച്ചല്ല, ഒന്ന് ഇവിടെ അടിച്ചിരിക്കുന്നു നടുപ്പേജില്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ കാണിച്ചതാ. ഇതാണ് പേജ്. ഒരു അലൈൻമെന്റ് ഒന്നും ഇല്ലാതെ അങ്ങോട്ട് അടിച്ചു വിടുക. ഞാൻ എന്നിട്ട് എന്താ പറയല്ലോ ഇമിഗ്രേഷനിൽ പോയി കഴിഞ്ഞാല്, സാറേ ഒന്ന് ഞാൻ എന്നിട്ട് പേജ് ഞാൻ തന്നെ എടുത്തു കൊടുക്കും. സാറേ ഈ പേജിൽ അടിക്കണം കേട്ടോ പറയും. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പിൽ വിസക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പം അമേരിക്കൻ വിസ കിട്ടില്ലൊന്നും അറിയില്ല, എന്നാലും കൊടുത്തു നോക്കണല്ലോ, നമുക്ക് ആഗ്രഹമുള്ള സാധനമാണല്ലോ. ഇനിയിപ്പോൾ അതിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിസയില്ല, ഇന്ത്യത്തെ മാത്രമേ അനക്ക് പിന്നെ ഈ ദുബായിക്കും ഇവിടേക്കൊക്കെ പോയത് അതന്നെ വിസ. അമേരിക്കൻ വിസ വിസിറ്റിംഗ് വിസ ഞാൻ പറയണത്. സ്വന്തമായിട്ട് കിട്ടൂല. സ്വന്തമായിട്ട് തന്നെ വിസിറ്റിംഗ് വിസ ഇട്ടാ, അല്ലാതെ കടം വാങ്ങാൻ. പ്രസിഡന്റ് വിസ ഒന്നും അമേരിക്ക അതിലേക്ക് പോലും വേണ്ട. എനിക്കത്ര അറിവില്ല. അപ്പൊ ദുബായിൽ എന്താ ദുബായിൽ കിട്ടുമല്ലോ? ദുബായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ദുബായിൽ കിട്ടും. കാരണം ദുബായ് ഇന്ത്യ എന്നുള്ള ആളുകൾ GCC എല്ലാം കിട്ടും. കാരണം വർക്കിന് ആൾക്കാർ വരുന്ന ഒരു ഏരിയയും കൂടി ആണല്ലോ, ഫ്രണ്ട്ലിയാണ്. അല്ലാത്ത കിട്ടൂല. കിട്ടൂല എന്നല്ല, പ്രൊഫൈൽ ഹൈ പ്രൊഫൈൽ. പിന്നെ ജോബിന് എനിക്ക് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് എന്താ പറയാ ഒരു റെസിഡൻസ് കാർഡ്, ഒരു സാധനം കൊടുക്കുമല്ലോ കുറെ കാലം അവിടെ നിന്നാല്. ഗ്രീൻ കാർഡ്, അമേരിക്കന്റെ ഗ്രീൻ കാർഡ്, പെർമനന്റ് PR, പെർമനന്റ് റെസിഡൻസ്. അതാണ് ഗ്രീൻ കാർഡ്. അർശുനൊക്കെ അത് കിട്ടിയോ? അർശുവിന് PR-ന് അപ്ലൈ ചെയ്യാൻ നിൽക്കണോ? അതുണ്ടോ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. PR ജോർജിയയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 കൊല്ലം വർക്കറായിട്ടാണ് നിൽക്കണം. ഞാൻ 10 കൊല്ലമായി, പക്ഷെ 5-6 കൊല്ലം സ്റ്റുഡന്റിന്, 4 കൊല്ലമാണ് നമ്മള് വർക്ക് വിസയിൽ പണിയെടുത്താൽ കിട്ടും. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇതാ ഇവിടുന്ന് മെല്ലെ ഇറങ്ങുകയാണ്. കൂടുതൽ നേരം ബ്ലോഗ് എടുത്തെന്നാല് ഫ്ലൈറ്റ് അതിന്റെ വൈക്ക് പോകും. അതെ, നമ്മളെ വൈക്കും കൊണ്ടിരും. നീ വൈക്കന്നെ വരണ്ടല്ലോ. അതെ, പരിപാടിക്ക് ഇട്ട് അതേ ഡ്രസ്സ് മേലെ ഇറങ്ങിയേക്കാട്ടോ. നേരെ പോന്നേക്കാം. പരിപാടി കഴിഞ്ഞു. സൈലത്തെ പരിപാടി കഴിഞ്ഞ ഒറ്റ പോരല്ലേ. അതാണ് കോഴിക്കോടത്തെ പരിപാടി. അതിന്റെ നേരെ വന്നു, ഇനി വീണ്ടും കോഴിക്കോടിലേക്ക്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇമ്മിപ്പൊക്കെ കടന്നോ? ഓൽക്കതൊക്കെ ശീലായി എപ്പോഴും പോയിട്ട്. അല്ല നിങ്ങൾ വേണേ പറയുന്നോളൂ. വരില്ലല്ലോ? അതില്ല. അപ്പൊ നമ്മള് മെല്ലെ ഇപ്പൊ കടന്നോടാ. ഇല്ല എപ്പോ ഉറക്കുന്നുണ്ട് കേട്ടോ. മെല്ലെ വിട്ടാലോ? ഓ ഇൻഷാല്ലാ ആക്കി കൊടുത്തു തരാം. ഇനിയിപ്പോൾ അധികം നീളൊന്നുമില്ല, പെട്ടെന്ന് വരും. ഡോണ്ട് വറി, ഇൻഷാല്ലാ. ഇമ്മാനോട് ഇൻഷാല്ലാ നല്ല പോയരാട്ടോ. ഇൻഷാല്ലാ ഉമ്മ നടന്നിട്ടാ പോയരാ. വിടി അതന്നെ പോണ ജന്നെ പിടിച്ചാ. അഫേ തുറന്ന വണ്ടി തുറന്നാ പോവാ. പോയിട്ടാണ്ട് പോവാ. 2 മണി 3 മണിക്ക് എത്തിയാൽ മതി. വണ്ടി ഒന്ന് തുറക്കി. ആര്
ജസീം നബീലോ വണ്ടി എന്താ ഹൈ ഇത് തുറന്നിട്ടില്ലേ അൺലോക്ക് ചെയ്തു എനിക്കൊന്ന് ഓണാക്കേണ്ടിയിരുന്നു തുറന്നുകൊണ്ടത് ഇതാര് ചെരുപ്പാ കിടക്ക് ഇത് വേണേ കടത്തട്ടോ അല്ല ഇത് കുറച്ച് കിടക്കാം ഇതൊക്കെ പെരലിറക്കാം ഈ സാധനങ്ങളൊക്കെ കുറച്ച് അമർത്തിക്കോ ആ മതി ചാടാതെ നോക്കിയാൽ മതി ആ ചാടൂല അടച്ചോ നല്ല ഇറങ്ങാ ഫുഡും ഭക്ഷണ പരിപാടികൾക്ക് ശേഷം ടീം രണ്ടിന് കയറിക്കോ ഇവിടെ കയറിക്കോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി അപ്പം അമ്പാനെ പോലെ വസ്ത്രം ധരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഉള്ള എൻ്റെ അടുത്ത് ഈ ഷർട്ട് ഓൾറെഡി ഉണ്ടായിനി പിന്നെ ഏറ്റവും എനിക്കിഷ്ടം എനിക്ക് ഇടാനിഷ്ടം ട്രൗസറാണ് അപ്പോൾ ഞാൻ ഒരു വെള്ള ട്രൗസർ എടുത്തിട്ടു ആഫി ഒരു കറുപ്പ് ട്രൗസർ ഇട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിരാന്തനെ പോലെ ഉണ്ട് പോയി ഉറങ്ങിക്കോ ഉറങ്ങിയില്ലല്ലോ 2 ദിവസമായിട്ട് അപ്പോൾ അസറു ഞാൻ പറഞ്ഞ പോലെ തന്നെ പോവുകയാണ് ഇപ്പം മാർക്കോനൊപ്പം കളിച്ച് ഇങ്ങനെ നടക്കുകയാണ് മാർക്കോനെ പ്രാവശ്യം വന്നതിൽ ഏറ്റവും കൂടുതൽ അസറുവിന് നോക്കിയിട്ടുണ്ട് കുറേ ടൈം മാർക്കോനൊപ്പം കമ്പനി അസറു ആദ്യം അവിടെ ഉള്ളപ്പോഴേ പറയും മാർക്കോനൊപ്പം ഒന്ന് കമ്പനി ആവണം അല്ലെങ്കിൽ മാർക്കോന്റെ മൈൻഡിൽ ഇന്റെ ആ ഫേസ് ഒന്ന് റീഡ് ചെയ്യിപ്പിക്കുക എങ്ങനെയെങ്കിലും പതിപ്പിക്കണം അതെ അല്ലെങ്കിൽ നമ്മൾ ഈ 4-5 മാസം കഴിഞ്ഞ് ലീവിന് ഒരാഴ്ച 2 ആഴ്ചക്ക് വരുമ്പോഴേ നമ്മളുടെ പിന്നാലെ കൂടിക്കാണ്ട് എന്തെങ്കിലും കടിച്ചാൽ തന്നാലേ ആന്തരിക അവയവങ്ങൾക്ക് കടിച്ചാൽ പണിയാവും ബാ അപ്പം ഇങ്ങോട്ട് അസർ ബാ അപ്പോൾ മാർക്കോനെ കൂട്ട് കയറ്റിയിട്ട് അത്രയും നേരം കളിച്ച് മാർക്കോനൊപ്പം കളിച്ച് നടന്ന് മാർക്കോനെ കൂട്ട് കയറ്റി ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ റിംഗ് കളക്ഷൻ കാണിച്ചു തരട്ടാ ഇപ്പം എൻ്റെ കറൻറ്റ് ഒബ്സഷനാണ് റിങ്സ് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ അറിയില്ല ലൈറ്റ് ഒന്ന് മാറിക്കട്ടെ ഇത് റിങ് ഇത് വാച്ച് പിന്നെ ഇത് സ്ക്രാച്ചായി ഇത് റിങ് പിന്നെ ഇത് റിങ് പിന്നെ ഇതും റിങ് കിട്ടും ഞാൻ ഒരു ചങ്ങൻ്റെ ഒന്ന് അടിച്ചു മാറ്റിയാട്ടാ ഈ റിങ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഞാൻ അവനെ തരണം എന്ന് പറഞ്ഞു അവനും അപ്പം തന്നെ തന്നു അല്ല എന്ത് ഇഷ്ടപ്പെട്ടാൽ പറയാ കിട്ടിയാൽ വാങ്ങുക എല്ലാവരും കൊല്ലും ഞാനും ചാവുന്നേ അത് സംഭവം ബിരിയാണിയാണല്ലോ ഇതെന്താ ശരിയാണല്ലോ അല്ല അത് വേറെയാണ് അല്ലേ ഇത് ഫുഡി റാപ്പർ അങ്ങനെ അതങ്ങനെ തന്നെയാണ് പക്ഷെങ്കിൽ ഇതാ ഫീഫിൻ്റെ ഇത് വേറെ അല്ല ആണ് ആണോ ഇതാ ഫീഫിൻ്റെ ഇതാ 2023-24 SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വീട്ടിലെ ഒരേ ഒരു അംഗവും വീടിൻ്റെ ആകെയുള്ള പ്രതീക്ഷയും ഞങ്ങളുടെ കണ്ണിലുണ്ണിയും പൊന്നാമന പുത്രനുമായ വീട്ടിലെ ആകെ വിദ്യാഭ്യാസ ബോധവുമുള്ള കലാകാരനായിട്ടുള്ള ആഫീഫ് 10ാം ക്ലാസ് ഈ പാസ് 2023-24 പാസ്സായത് ആണ് കഴിഞ്ഞ 2 കൊല്ലം 2023 10 കഴിഞ്ഞ 24 3 മാസമായിട്ടുള്ളൂ 10 അപ്പം അസറു ബിടക്ക് അപ്പോൾ എത്രയായി കണക്ക് കൂട്ടിയോ ഇങ്ങോട്ട് തിരിഞ്ഞോ അപ്പോൾ അസറുവിന് കുറച്ച് മുട്ടായികളും സാധനങ്ങളൊക്കെ എനിക്ക് കൊടുക്കണമെന്നുണ്ടായി ഞാൻ ഗൾഫിൽ നിന്ന് കുറേ മുട്ടായി കൊടുന്നിനി അപ്പം ഒരു മുട്ടായിൻ്റെ വക പോണതിൻ്റെ മുന്നായിട്ട് മെല്ലെ ഇങ്ങനെ താങ്ക് യു നല്ല ശ്രദ്ധിക്കട്ടാ ഓർക്കണ്ടേ എനിക്കറിയാലോടാ 1-on-1 ലൂയി വിറ്റോൺ LV എങ്ങനെയുണ്ട് സെറ്റ് ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ ഹൃദയമാണത് ഇനി അടിച്ചോക്ക് നെറ്റിലടിച്ചോക്ക് കുറച്ച് സ്പെഷ്യൽ സാധനം അത് ഏന്നോ എനിക്കറിയില്ലേ ഞാൻ മണം ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട് ഊതിന്റെ ടൈപ്പ് ആളാണ്ട് അത് വാങ്ങി എനിക്കിഷ്ടായി അല്ലേ അതല്ലേ എനിക്ക് നല്ല ഇഷ്ടമുള്ള മണം അത് അപ്പം അസറൂന് ഒരു എൽവിൻ്റെ സ്പ്രേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാ പോണതിൻ്റെ മുന്നേ ഇത് ഫ്രിഡ്ജിൽ വെച്ചിനി ഇത്രയും ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ട് അടിക്കാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കേനി അപ്പോഴാണ് ഇത് എവിടെ നിന്ന് ദുബായ്
അതൊക്കെ കിട്ടും. അത് ഫുള്ള് അടിച്ചിട്ടില്ല, യൂസ് ആക്കിയിട്ടില്ല. എന്താ ഫുള്ള് സാധനം ഉണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവാൻ കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചേനി സെറ്റ് ആവാൻ വേണ്ടി. അടുത്ത് വെച്ചിട്ടത്തെ കാര്യം അതിന്റെ ഗ്യാസ് ഇത് അതിന്റെ കല്യാണത്തിനടിക്കും. ഓ അത്ര നീളം പോവോ? അത്ര നീളം പോവാ അപ്പൊ പെണ്ണിട്ട് അതല്ല സ്പ്രേ നീളം പോവന്ന്. അപ്പം സുഹൃത്തുക്കളെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്റെ ഫോൺ തോഫിയ പക്ഷെ ഞങ്ങൾ പോയി കേട്ടോ. ലഗേജിലിട്ടത് പൊട്ടോ? ലഗേജിലിട്ടത് മറ്റേ ഹാൻഡ് ലഗേജിലിട്ടോ? ആ ഹാൻഡ് ലഗേജിലിട്ടോ. 100 ml വരെ പറ്റും. 100 ml അല്ലുള്ളൂ, ശ്രദ്ധിച്ചാ. 100 പിന്നെ അങ്ങനെ തന്നെ തുറക്കണം കേട്ടോ. ഇതിമ ML ഒന്നും ഉണ്ടാവില്ല മുത്തേ. ഇതിമ ML ഒന്നും ഉണ്ടാവില്ല. ഇല്ല ഇതൊക്കെ കൊണ്ടുപോവാ. ഒരു സ്പ്രേ കുപ്പിയൊക്കെ ചെറുത് കൊണ്ടോ. അത് ശരിയാണല്ലോ. ഒഴിവാക്കണം, എയർപോർട്ട് കൊടുക്കണം. നിർത്താ എയർപോർട്ടുകാർക്ക് ലൂസ് വിട്ടു കൊടുക്കുക. അല്ല ഓരെന്താ കാട്ടാറോ? അവിടെ കൊടുക്കാനല്ല, അവിടെ നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ട്, ഓല് പുറത്തേക്ക് കൊടുത്തരും. അതല്ല ഈ ചെക്കിങ് അവിടെ വരെ വെച്ചാൽ ഉള്ളിൽ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് മറ്റേ ചെക്കിങ്ങാ കേന്ദ്രത്തിന്റെ ആൾക്കാർ മറ്റേ പോലീസുകാരെ ചെക്ക് ചെയ്യുക. അല്ല ബോർഡിംഗ് പാസ് പോലല്ല ചെക്ക് ചെയ്യുക. അല്ല അവിടെ ഒരാളെ എത്തിച്ചേരാം. അവിടെ ഒരാൾ വന്നാ പോരെ. അവിടെ അപ്പുറം എനിക്ക് ഫ്ലൈറ്റ് ഒരാൾ വരും. എന്തിനാ നിൽക്കുന്നത്? ഞാൻ ലഗേജിൽ വെച്ചോണ്ട് ദുബായിലൊക്കെ ഉണ്ടാവില്ലേ ലഗേജിലൊക്കെ അല്ലേ അല്ലേ? വെറുതെ വെള്ളയൊക്കെ ഉണ്ടല്ലോ ലഗേജിൽ മനസ്സിലായി. നല്ല ശ്രദ്ധിക്കട്ടെ, അത് ഇങ്ങനെ തുറക്കരുത് കേട്ടോ. ഇങ്ങനെ തിരിഞ്ഞിട്ടേ ഇങ്ങനെ തുറക്കട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങനെ നല്ല ഞാൻ സേഫ് ആക്കി പറഞ്ഞു. ഓൻ തുറക്കണത് ഫുള്ള് എങ്ങനെ ഓൻ തുറക്കണോ? അതിന്റെ ഗ്രിപ്പ് കൊടുക്ക ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ അതിനകത്ത് ശരി പൊട്ടിയാണ്ടല്ലോ. ഇതോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഞാൻ തുറന്നത്. അപ്പൊ ഇങ്ങനെ അല്ലായിരുന്നു. അല്ലല്ല ഞാൻ ഇങ്ങനെ നിലത്തേക്കാണ് ചാടും. ഇതിന്റെ ഗ്രിപ്പ് പൊട്ടിയ പ്ലിങ് പ്ലിങ് എന്നറിയും. സീൻ സ്പ്രേ ആട്ടോ, ചെതറാക്സ് സ്പ്രേ ആണ്. അപ്പൊ ഓഡിയൻസ് എല്ലാരും കമന്റ് ചെയ്യാ. അസുറിനോട് ഞാൻ ഇപ്രാവശ്യം ഒരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. അതെ, എന്താണ്? ഇന്നോട് ഇപ്രാവശ്യം തിരിച്ചു വരണല്ലേ? തിരിച്ചു വരുന്നു. അതെ, പെട്ടെന്ന് വരണം, പെട്ടെന്ന് വരും. അപ്പൊ ഞാൻ ഒരു ഡേറ്റ് അസുറിന് കൊടുത്തിക്കണ്, ഇപ്പൊ പറയണ്ട. അപ്പൊ ഒരു ഡേറ്റ് കൊടുത്തിക്കണം. എല്ലാവരും അസുറിനോട് കംബാക്ക് അസുറു സൂൺ 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 എന്നിട്ട് എല്ലാവരും സ്പാം ചെയ്ത് കൊളാക്കുക. അസുറിനെ വരാൻ പറഞ്ഞ അസുറിനെ ഗതികേടാക്കുക. വരി വാസുറു കം 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 എന്ന് പറഞ്ഞിട്ട് ഒന്നായിട്ട് വരുത്തിക്കുക. അപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ കൂട്ടത്തിൽ വരുന്നത് ഞാൻ തന്നെ. അതത്രയുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. ആ ബോണ്ടിങ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതത്രയുള്ളൂ. എത്ര ദൂരെയാണെങ്കിലും എടുത്തില്ലൊരെക്കാട്ടിലും ബോണ്ട് ദൂരെ ലൊൽക്കുന്നുണ്ട്. അത് ഞാൻ ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. പോവാ അപ്പം അഫിയെ പോയറാ കേട്ടോ. ഞങ്ങൾ മെല്ലെ ഇറങ്ങുകയാണ്. അജുവത എവിടെ? മണ്ണിന്റെ അടിയില്ല ചെങ്ങനെ ആകെ അന്ന് നിലംപരിശായോ ഫിഫന്റെ ഫസ്റ്റത്തെ മാച്ചാ. ഫസ്റ്റത്തെ മാച്ച് 8-2 പൊട്ടി. PS5 കളിക്കാൻ സംതിങ് അല്ലേ? 1 മണിക്കൂർ 45 മിനിറ്റ് അടുത്തും കൊണ്ടോട്ടി. അങ്ങനെ പോണ്ട നമുക്ക്. അങ്ങനെ വേണ്ട, അങ്ങനെ എത്തിക്കും. അന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് എത്തിക്കും. ഇവല്ല പ്ലാനിങ് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു സ്ഥലത്തേക്ക് ലാസ്റ്റ് മൊമെന്റിൽ എത്തിക്കുക. അത് എന്നിട്ട് പറഞ്ഞിട്ട് പോയിക്കാണ്ട് റോങ് സൈഡിൽ വരുന്നത്. അത് നമ്മൾ ഓൻ്റെ സൈഡിലേക്കാണ് വരുന്നത്, അപ്പുറത്തുള്ളവന്. പക്ഷെ നമ്മൾ റോങ് കയറിയാണ്ട് ഓനൊക്കെ ഒന്ന് ഫിറ്റ് ആക്കിയാണ്ട് ഈ എവിടേക്ക് അങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുക. അങ്ങനത്തെ ഡ്രൈവറുണ്ട്, ഇക്കു. അങ്ങനത്തെ ഡ്രൈവറാണ് ഇക്കു. അതിന് ഇക്കുവിന്റെ ഒരു വട്ടം പോകണം. ശരിക്കും ഉണ്ടല്ലോ ഇക്കു പ്രേമികളായിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞു. ഇക്കു പ്രേമികളുടെ കൂടെ എന്ത് ചെയ്യണം അറിയോ? ഇക്കുവിനെ ബസ് ഡ്രൈവർ ആക്കിയിട്ട് ഓല് പോണം. അതാണ് എന്റെ ആഗ്രഹം. മാറി ആട്ടി ഓടിച്ചല്ല, ലോറി ഓട്ടണ പോലെയാണ്. പൂ പോലത്തെ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടി ലോറി ഓട്ടണ പോലെയാണ് ഇക്കു കൂട്ടുക. ചെറിയ വളവൊക്കെ എന്താ വെച്ചാൽ നമുക്ക് പതക്കെ ഓടിക്കാവുന്നേ. നബീൽ എന്താ വെച്ചാൽ നേരെ പോയിട്ട് ഇങ്ങനെ ഓടിക്കും. നബീല് പറഞ്ഞ ആശ്ചര്യകരമായ ഒരു കോട്ടുണ്ട്. അതെന്താ വെച്ചാല് പറഞ്ഞോ എല്ലാവരുടെ അടുത്തും കൊടുക്കും. നബീൽ എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, വ്ളോഗിൽ കാണുന്ന ആളേ അല്ല നബീൽ നേരിട്ടോ. അത് നബീലിന്റെ അന്ന് ക്യാമറ ഓഫ് ആക്കിയൊക്കെ പറഞ്ഞ് എന്താ അറിയില്ല, ഞാനായിട്ട് നിക്കാൻ പറ്റൂല വ്ളോഗില്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ നിക്ക്, അതൊന്നും കൂടി രസമുള്ള ക്യാരക്ടർ, പാവം ക്യാരക്ടറല്ല, വൻ കുതിരയുടെ ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ നിക്കാതെ ഓൻ പറഞ്ഞ ക്യാമറ മുന്നിൽ വരുമ്പോ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഓന്റെ ഒറിജിനൽ പരിപാടി എടുക്കാൻ വരുന്നില്ല. അപ്പൊ ഒരു ദിവസം
കോഴിക്കോട് കൂടെ ഏരിയ പോവാം. അതിലിങ്ങനെ അടുപ്പിച്ച് കേട്ടോ, അതിൽ റോങ് കയറിയപ്പോൾ ഒരു ബൈക്കാരൻ ഇങ്ങനെ വരുന്നുണ്ട് അരിക്ക കൂടെ. ഓൾറെഡി പാവ സൈഡ് കൂടെ വരുന്നത്. അപ്പോൾ റോങ് കയറുമ്പോഴേ എനിക്ക് പേടിയാണ്, കാരണം നമ്മളെ വണ്ടിക്ക് എല്ലാവർക്കും അറിയും. അപ്പം ഞാൻ പറയാം, അലമ്പിന് ആരും നിൽക്കരുത്, വണ്ടിക്ക് എല്ലാവർക്കും അറിയണം. അലമ്പ് വിടൽ വിടുന്നത് ചെങ്ങാണ്ട് കുത്തി കയറ്റിയിട്ട് ബൈക്കാരൻ കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെക്കറാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി. അല്ല നബീൽ പറഞ്ഞ കാരണം എന്തല്ലോ, അങ്ങനത്തെ അവസരങ്ങളിൽ ഓവർടേക്ക് ചെയ്യുക. ബൈക്കാരനുള്ള ഗ്യാപ്പ് അവിടെ വെച്ചാൽ മതി. അതാണ് നബീലിൻ്റെ റൂള്. അതായത് ഇപ്പൊ ഒരു ഒഴിഞ്ഞ റോഡ് കണ്ടാൽ ബ്ലോക്ക് ആണെങ്കിലും കേറി പോവാം. ബൈക്കിന് ചെറിയൊരു ഗ്യാപ്പ് വിടുക. അപ്പൊ റോഡില്ലെങ്കിൽ പുല്ലിന്റെ ഒരു ഗ്യാപ്പ് ഇട്ടാൽ ഓന്റെ മേത്ത് കുറച്ച് പുല്ല് തട്ടിയാണ്ട് മറ്റേ സീഡി പുല്ല് തട്ടിയാണ്ട് വരുത്തിയാലും കുഴപ്പമില്ലാന്ന്. ഞമ്മൾ വണ്ടി തട്ടരുത്, അപ്പൊ റോങ് സൈഡ് ആവും. അപ്പം അതാണ് നബീൽസ് റൂൾസ് ഓഫ് ഡ്രൈവിംഗ് ഒരു ബുക്ക് ഉണ്ട്. ഫിറ്റ് ആക്കാൻ നബിൽ എന്താ പറയാ, യാതൊരു തട്ടിയില്ലല്ലോ, ഇന്റെ അടുത്തൊന്നും പറ്റിയില്ലല്ലോ, അതാണ് ഒരു ഗ്യാരണ്ടി. പക്ഷേ ഉണ്ടല്ലോ പറ്റാക്കട്ടെ, ചെറിയ നീക്കുപോക്കുകൾ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളൂ. ഒന്നും പറ്റാക്കട്ടെ, കൂട്ടത്തിലുള്ള ആർക്കും ഒന്നും പറ്റാക്കട്ടെ. പക്ഷെ അജുവത് അന്ന് ഇതേപോലെ പറഞ്ഞത്, അജുവത് വളയം പിടിച്ചാൻ തുടങ്ങിയിട്ട് കാലം കുറെ ഡയലോഗില്ലേ, അല്ല എറ്റിയോസ് കൊണ്ടുപോയി ചളിക്കിയല്ലോ, എറ്റിയോസ് ഇങ്ങനെ ആയല്ലോ, വൈറ്റ് കട്ടി. അജുവത് വളയം പിടിച്ച പെരും പോക്കുക, അല്ലെ പറഞ്ഞ മെല്ലെ പോയിക്കോളി, എങ്ങനെ അത് രണ്ടിട്ടിലാവും വണ്ടിയുടെ മൂട് പത്ത മുന്നിക്കൊന്നേ. അല്ല അജുവത് വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേറ്റി, ഈ വളയം ഈ കൈമ തട്ടിനോടത്തോളം കാലം വണ്ടി എവിടെയും തട്ടിയിട്ടില്ല പറഞ്ഞു. അജുവത് ഇങ്ങനെ ബ്രേക്ക് പിടിക്കട്ടോ, ഡയലോഗ് പറഞ്ഞ് 4 സെക്കൻഡ് ആയിട്ടില്ല, അങ്ങോട്ട് ഇടിച്ചിട്ട് നമ്മൾ പോയി മുന്നത്തെ വണ്ടിക്കും തട്ടി, ബാക്കത്തെ വണ്ടി ഓന്നായിട്ട് കുത്തി കയറി. അപ്പോൾ ബാക്കത്തോന് ബ്രേക്ക് കിട്ടിയില്ല. എന്നിട്ടും വണ്ടിയിൽ ഇരുന്നിട്ട് പറയാം ബാക്കിൽ കുത്തിയതിൻ്റെ പ്രശ്നമല്ലാന്ന്. അപ്പോൾ അതിനനുസരിച്ച് മുന്നത്തോനോട് ആദ്യം ഇവനൊരു ഡിസ്റ്റൻസ് ഇട്ടിക്കണമെങ്കിൽ ബാക്കിൽ കുത്തിയ പ്രശ്നം. ഇത് മുന്നത്തോനെ ഇങ്ങനെ പോവാണ്, അങ്ങനെ പോകുമ്പോൾ ബാക്കത്തോനെ മെഷർമെന്റ് കിട്ടൂല, ഒരു ഗ്യാപ്പ് വേണം. കാരണം ഇതിൽ അർജന്റ് കൂട്ടുന്ന ആൾക്കാരാണ് അങ്ങനെ പോവാ, പിന്നെ അടുത്ത വണ്ടിന്റെ അടുത്ത് അടുപ്പിച്ച് മുന്നിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സ്പ്രേ വാ ഇറങ്ങല്ലേ. അപ്പം എന്തായാലും ഞങ്ങൾ പോയി വരാം ഇൻഷാ അള്ളാ. അഫേ മരുന്ന് കുടിച്ച് കിടന്നോട്ടോ, പറഞ്ഞ പോലെ എനിക്കും മരുന്നുണ്ടല്ലോ, കുറച്ച് എന്തൊക്കെയോ ഉണ്ട്. ഈ ചെരുപ്പ് വെയിലത്തിട്ടോ, അത് വരല്ല ഡിസൈനാണ്. എന്നെ ബീലൊരു പണിയാ ബാ. അപ്പം ചെരുപ്പ് മാറ്റിയിട്ടിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. സോ ബിഫോർ വി മൂവിങ് ടു അടുത്ത കൊല്ലം ഏതാ 26ലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ ഓൾമോസ്റ്റ് 28 lakh സബ്സ്ക്രൈബേഴ്സ്. മാർക്കോ 28 lakh 2.8 million എന്ന് പറയാം, അപ്പോഴാണ് ഒരു രസമുള്ളൂ. അതിനാഫേ 2.8 million സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. അപ്പോൾ അത് 3 million ആവാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓൾറെഡി 3 million ആയി. സോ എല്ലാവരും സബ്സ്ക്രൈബ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാൻ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, കാണികൾ ഒന്നടങ്കം ചോദിക്കുന്ന എൻ്റെ ബോസിൻ്റെ അടുത്തേക്ക് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എൻ്റെ സലീം കാ, എന്താ വർത്താനം? നല്ല വർത്താനം, അടിപൊളി. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം വന്നപ്പോ നിങ്ങളെ കണ്ടില്ല, അന്ന് മാത്രം നാട്ടിലുണ്ടായിരുന്നു. അന്നസറും കൂടി വന്ന് ഇങ്ങനെ നോക്കി, അപ്പൊ കണ്ടില്ല. രാത്രി 2:30 ഇതും ഞാൻ പറഞ്ഞില്ലേ മന്തി വെക്കണം എന്ന് കരുതി, അതും ഇങ്ങനായി. പക്ഷെ ഇൻഷാ അല്ലാഹ് നമ്മള് കൂടും, അടിപൊളിയാക്കണം. അത്രേ ഉള്ളൂ. ഇഞ്ഞൊന്ന് കിട്ടുന്ന സ്പെഷ്യൽ കൂട്ടുകളൊക്കെ പഠിച്ചു നോക്കി അന്ന് മന്തിയിലിടാൻ. അതൊക്കെ വരൂല, അപ്പൊ അതൊരു വിഷയമല്ലോ. നിങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ലല്ലോ? നമ്മള് ആദ്യമായിട്ട് മീറ്റ് ചെയ്തു. കൂട്ടുകാരനാണ് ചഡ്ഡി ബഡ്ഡി, നമ്മളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളവിടെ അടിച്ചു കൊടുക്കുന്നൊക്കെ അന്ന് വന്നിട്ട് പിന്നെ ഞങ്ങളെ കാണാൻ പറ്റില്ല. നമ്മള് പിന്നെ നിങ്ങളെ കാണാനായിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്തു, ചായ കുടിച്ചാന്ന് പറഞ്ഞ് വെറുതെ കാരണം പറഞ്ഞ് ഇറങ്ങി നിങ്ങളെ കാണാൻ. അന്ന് അങ്ങനെ നിന്നാ. പക്ഷെ എന്താണ് കുറെ ചെക്കന്മാരുണ്ടായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു പിന്നെ പുറത്തു കൂടി നോക്കി, അപ്പൊ നിങ്ങളെ കണ്ടില്ല. അന്ന് നേരത്തെ പോയോ? പിന്നെ ഏതൊക്കെയോ ദിവസം ഞാൻ ഇതിൽ പാസ് ചെയ്ത് രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോ നോക്കുമ്പോഴും വേറെ ആളുണ്ടാവല്ലേ. അങ്ങനെ രണ്ടോട്ടം വേറെ പറയലുണ്ട്.
ഇന്നോ അല്ല കുറച്ച് മുമ്പ് പുളിക്കോടില് കല്യാണം ആ പിന്നെ ഇല്ലയോ അന്ന് ഞാനോട് പറഞ്ഞ വീട്ടിലുണ്ട് അന്ന് ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞ ഇവിടെ മറ്റേ ബോസ് ഇവിടെ ഉണ്ട് അറിഞ്ഞോട് വീണ്ടും കണ്ടതിൽ സന്തോഷം. പിന്നെ ഒന്ന് കൂടാണ്ട് ഒന്ന് പൊളിച്ചണ്ടേ ഉഷാറാക്കണം. ഞാനിപ്പോ ബനെ വെച്ചിട്ട് ബനി നിങ്ങളെ ഒന്ന് മിക്സ് ആക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ടൈം കിട്ടില്ല. ബനെ ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് ബന് പെട്ടെന്ന് പോവാനായി. ആടിനെ വാങ്ങിന്ന് ആടിനെ വാങ്ങി കഴിഞ്ഞ പ്രാവശ്യം ആടിനായിട്ട് അറ്റാച്ച്മെന്റ് വന്ന് ആടിനായിട്ട് നമ്മളിങ്ങനെ തീറ്റാൻ കൊടുത്ത് ഭയങ്കര ബന്ധമായി. അങ്ങനെ ആടിനെ തിരിച്ചോണ്ടേ കൊടുത്തത്. അപ്പൊ ഇപ്രാവശ്യം ആയിക്കുട്ടിയുണ്ട്. അപ്പൊ കാര്യം അർത്ഥില്ല, അതിനെ തിരിച്ചോണ്ടേ കൊടുത്ത്. ഇപ്രാവശ്യം എന്താട്ടി ആടിനെ വാങ്ങി ബന്ധമാക്കാൻ വേണ്ടിട്ട് എന്താട്ടി നേരെ മുജീബാക്കാന്റെ നമ്മളെ മുജീബാക്കണ്ട അവിടെ കുറെ ആടുകളുണ്ട്, അവിടെ കൊണ്ടുപോയി കെട്ടി. അത് ആടിനെ കണ്ടിട്ടും കൂടി ഇല്ല. സംസുകാക്ക വാങ്ങി ഇമ്മച്ചി വാങ്ങിയിട്ട് ഓരോ അവിടെ കൊണ്ടുപോയി കെട്ടിട്ട് അറക്കണമെന്ന് മാത്രം കൊണ്ടുവരാറുണ്ട്. അങ്ങനെ വെച്ചേക്കാം, പക്ഷെ അറക്കാനൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. നീ ഒന്ന് കിട്ടും തിരക്കല്ലേ അറക്കണ്ട. പിന്നെ എന്താ ഇങ്ങനെ ഇല്ല ഒരു സീനില്ല. ഞാൻ മുമ്പാട്ടുകാരാണ്. ആടിനെ കൊടുത്തില്ലേ എന്നെ കൊണ്ട് പറ്റൂല, അറിയില്ല. നമ്മള് ടീം ഉണ്ടാവില്ലേ, പിന്നെ പ്രശ്നം ആടെങ്ങോട്ട് ഓടാന്. പിന്നെ എനിക്കും എന്തേലും നിങ്ങളൊരു കൂട്ടിൽ തിന്നണം എന്നുണ്ടായിനി. നമ്മള് അതാ ഞാൻ ഒന്ന് മെസ്സേജ് അയച്ചു നമുക്ക് കൂടണം പറഞ്ഞു. പക്ഷെ പിന്നെ ഇങ്ങനെ ആയിപ്പോയി. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ സെറ്റ് ആക്കാം. ഇൻഷാ അല്ലാഹ് അടിപൊളി ഒരു ദിവസം കൂടണം. ഇൻഷാ അല്ലാഹ് എന്നാ കാണാം. ഓക്കെ വിളിക്കിട്ടാ എന്തിനും പറയണ്ടാ. ഇങ്ങോട്ട് എടുക്ക് തിരിച്ചു പിടിച്ച് പിന്നെ പോയിട്ടോ ഫുള്ള് പിള്ളേരൊരു പാഷൻ. നിങ്ങളെവിടെ സ്ഥലം? കൊണ്ടോട്ടി. അവിടേക്കാ നമ്മള് പോണേ എയർപോർട്ടിക്ക് ഓനെ കൊണ്ടാക്കാൻ. അപ്പൊ കൊണ്ടോട്ടിക്കാരാണ് സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ ഉള്ളത്. കൊണ്ടോട്ടിയിലുള്ള കുറച്ച് യുവാക്കളെ എനിക്ക് തോന്നുന്നു ഊട്ടിയിലെ തണുപ്പ് കാണാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഊട്ടിക്കല്ലേ? എല്ലാരും ഊട്ടിക്ക. അപ്പൊ നിലമ്പൂർ ഭാഗത്ത് കൂടെ എവിടെ ഏത് വണ്ടി പുറത്തത്തെ വണ്ടി കണ്ടാലും ചെരുപ്പിട്ട് പോയാലും അത് ഊട്ടിട്ടുണ്ട്. ഊട്ടിക്കല്ല, കൊടുവള്ളി ഫിറ്റ് എന്നൊക്കെ പറഞ്ഞു. ഊട്ടി ഫിറ്റ് ആണ് സോക്സ്, ചെരുപ്പ്. എല്ലാരും നിലമ്പൂരിൽ കൂടെ ഇപ്പൊ രാത്രിയുള്ള വണ്ടികൾ മൊത്തം ഊട്ടിക്ക്. ഊട്ടിയോട് ഊട്ടി ആ ചോരത്തിനോട് കടുക്കാം. എല്ലാരും തിരക്ക്. വാ ഫോട്ടോ എടുക്കാം. അപ്പൊ എന്തായാലും ചെക്കന്മാരുടെ ഫോട്ടോ എടുത്തതിന്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ സുഹൃത്തുക്കളെ ജസീം ആക്കി കൊടുക്കാൻ വന്നിട്ടുണ്ട്. അസറുവിനെ ഇക്കു ആക്കി കൊടുക്കാൻ വന്നിട്ടുണ്ട്. ഇക്കുവിന്റെ കുസൃതികൾ. ഹനാൻഷ ഇൻ കാർ ലവ്. വാലേക്കും സലാം ബ്രോ. ഹായ് 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 താങ്ക് യു. അടക്കട്ടോ. അപ്പൊ ഇതാ നമ്മുടെ സുഹൃത്തും വഴികാട്ടിയുമായിട്ടുള്ള രാത്രി ആവണം അതന്നെ മാറി എങ്ങനെ മാറുന്നത്. മോഹൻ ഇജൊരു നടനാവണം വിചാരിച്ചാൽ ഇജ് എന്തായാലും നടനാവും. അമ്മാരി അഭിനയം. ആക്ഷൻ പറയണതിന് മുന്നേ അഭിനയിച്ചു തുടങ്ങി. എങ്ങനെയും ചോദിച്ചു നോക്കട്ടെ. അത് ഇതെന്തത് ഇങ്ങനെ ഇന്റെ മുഖത്തേക്ക് വെച്ചിക്കണേ. നോക്കണോ? ശരിക്കും എനക്ക് ഇത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാന്നുണ്ടെങ്കിൽ ഇത് ജീവിക്കണ ഒരു ഏരിയയിൽ ഒരു CCTV വെക്കണം. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കണ വീഡിയോ അതും കൂടി കമ്പയർ ചെയ്തിട്ട് ഇത് കാണണം എങ്ങനെയാണ് ഇത് ശരിക്കും എന്നുള്ളത്.
ശരിക്കും ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് നബീലിന് 2 മുഖം. നബീലിന് 2 മുഖം അല്ല 3 മുഖം. ജോർജിയത്തെ മുഖം പിന്നെ നമുക്ക് വിടാം. 3 മുഖം ഇപ്പൊ പറയാം. 3 മുഖത്തിൽ ഒരു മുഖം എന്ത് വ്ളോഗ് എടുക്കുമ്പോൾ മുഖം, ഒരു മുഖം നബീലിന്റെ യഥാർത്ഥ മുഖം, ഒരു മുഖം നബീൽ സ്റ്റോറികളിലൊക്കെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് ഓൻ്റെ ഒരു 30% ഇടുന്നുണ്ട്. ഇപ്പൊ 4 ദിവസമായിട്ട് ഞാൻ തന്നെ ഉണ്ട് വിഷയം. ഇജന്നെ വിഷയം, ഇജ് ഭയങ്കര വിഷയമാണ്. ഇജാണ് ഏറ്റവും വലിയ വിഷയം. ഇത് കാരണം ഞങ്ങൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല. ഹലോ, ഞാനിപ്പോ ഉള്ളത് കിന്നക്കോരെ. ഹലോ, ഞാനിപ്പോ ഉള്ളത് ഹരിപൂട്ടർ വന്ന ഒരു ഗ്രാമം. ഞാൻ പറഞ്ഞോ, ഒരു വ്ളോഗൊക്കെ തുടങ്ങണേ എന്തിനാ ഇത്ര ക്യൂട്ട്നെസ്? ഹലോ, ഞാനിപ്പോ ഉള്ളത് കിന്നക്കോരെ. എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? ഹലോ ഗൈസ്, നമ്മളിപ്പോ ഫസ്റ്റ് ആവുമ്പോ ഇങ്ങനെ ക്യൂട്ട്നെസ്. ഹലോ, ഇങ്ങനെ പറയാം. ഹലോ, ഞാൻ ഇപ്പൊ ഉള്ളത് കിന്നക്കോറയിലാണ്. അപ്പൊ ഞാൻ ഉള്ളത് കിണ്ണക്കോറയിലാണ്. ക്യൂട്ട്നെസ് വരിക അതന്നെ. സീരിയസ് ആയിട്ട് പറഞ്ഞോ, ലോക കള്ളനാണ് അല്ലെങ്കിൽ ചെറുതാ അന്റെ ശരിക്കുള്ള സ്വഭാവം വ്ളോഗിൽ കാട്ടിയിട്ടില്ലെങ്കിൽ എന്നും തന്നെ കേട്ടോ സബ്ജക്ട്. അല്ലെങ്കിൽ നമുക്ക് ചെറുതാവ് പറയാം. പറയണോ? ഇതിപ്പോ ഞാനെന്താ ചെയ്യണ പറയാ, കിന്നക്കോറെ പറയാം. ചെയ്യണ തന്നെയാണ് ജി കറക്റ്റ്. ഇതുവരെ അല്ലേ ഫുള്ള് അസ്രോനോടൊക്കെ ഡയലോഗ് ഇട്ട്, ഇന്നോട്ട് ഡയലോഗ് ഇട്ട്, അർഷനോട് ഡയലോഗ് ഇട്ട്, ഇവിടെ മാസമായിരിക്കും. ഞാൻ തീയും അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും. ഇന്നിപ്പോ പറഞ്ഞു തരാം അങ്ങോട്ട് 5 മിനിറ്റ് മുന്നേ ഞാൻ ഒരു സ്ഥലം വരെ ഫുള്ളും പറഞ്ഞു. ഞാൻ ഒരു സ്ഥലം വരെ ഗസ്റ്റ് ആയിട്ട് പോയി, ആൾക്കാരൊക്കെ കൈയടിച്ചു. അല്ല, ആദ്യം നബീല് വരട്ടെ. അതായത് നബീല് വ്ളോഗിൽ കാണിക്കുന്ന രീതിയിലാണ് ഇനി പറയാൻ പോണത്. അതിൽ പറയും. എന്നിട്ട് നബീൽ എങ്ങനെ പറയാം? ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അല്ല, ഫസ്റ്റ് ഇജി പറയും. നല്ല കറക്റ്റ് കിട്ടുള്ളൂ. ഇജി പറഞ്ഞ എന്റെ മീറ്ററിൽ എന്തായാലും പോകാൻ കാട്ടണേക്കാരല്ല. ഫസ്റ്റ് നബീൽ തന്നെ പറയട്ടെ. ഇന്നെന്താ സംഭവിച്ചത്? കൂടുതൽ വേണ്ടല്ലോ. ചേച്ചി ഇന്നെന്താ സംഭവം? ആ ചിരിയുണ്ടോ? ഒച്ചല്ല വന്ന് കാറ്റ് വന്ന് എങ്ങനെയാ ഇവിടെ തുപ്പിലൊക്കെ തെറിച്ച് ഇങ്ങനെ എറിയണേ. അതായത് പെരയിലെത്തിയപ്പോ ഞങ്ങളോട് പറയാം, ഇതുമല്ല ഇങ്ങനെയല്ല ഇപ്പൊ പറഞ്ഞു തരോ? അതായത് ഞാൻ അങ്ങനെയല്ല ഇത് യഥാർത്ഥ നബീലാണ്. ഒന്ന് കാണിച്ചോ. ഞാൻ ആദ്യം എന്താ കാണിച്ചത്? ഇതെന്താ കാണിച്ചോ? നോക്കിക്കോളാം. അങ്ങനെ കാണിച്ചത് എന്തത്? അതിന്റെ കോളർ ശരിയാക്കിയല്ലേ? എനിക്ക് എന്റെ കോളർ ശരിയാക്കാൻ പറ്റൂല. അത് ശരിയാക്കി നോക്കിക്കോളാം. അങ്ങനല്ല ഞാൻ പറഞ്ഞതിൽ ഇജി യഥാർത്ഥത്തിൽ കാണിച്ചതാണ്. ഇജി എന്റെ കോളറും ശരിയാക്കി. കോളർ ഇവിടെ ഇതിന് ഇത് പിന്നെ എന്താ പറയാ? നെക്ക്. ഓ പറഞ്ഞു തരോ? നേരെ വന്നാണ്ട് നോക്കിക്കോളാം. എൻ്റെ വാപ്പ പിന്നെ NSSന്റെ പരിപാടി വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അനാൻ്റെ അത്ര പാടാനൊന്നും എനിക്ക് കഴിവില്ല. അപ്പൊ ഞാൻ അവിടെ എത്താട്ടാനാ. അപ്പൊ വാപ്പ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെ അല്ലേ പറഞ്ഞു? ഇത് ഇങ്ങനല്ല പിന്നെ എങ്ങനെ ഞാൻ എന്താ പറഞ്ഞത്? അല്ല ഇജ്ജ് പറയും. ഞാൻ പറഞ്ഞ ഇപ്പൊ എന്നോട് പറഞ്ഞു, അതായത് ഇപ്പൊ എന്നോട് പറഞ്ഞ് നമ്മളെ നാട്ടില് NSSന്റെ ക്യാമ്പ് എടുക്കുന്നുണ്ട്. ഇപ്പൊ എന്നോട് പറഞ്ഞു NSSന്റെ ക്യാമ്പ്. എങ്ങനെ പറഞ്ഞോ? ഇപ്പൊ എന്നോട് പറഞ്ഞു NSSന്റെ ക്യാമ്പ് എടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു. ഓ എന്താ പറഞ്ഞറിയോ? വാപ്പ തന്നെ NSSന്റെ ക്യാമ്പിനുണ്ട്. അതാണ് ഇപ്പൊ എന്താക്കിയറിയോ? ഇപ്പൊ എന്നോട് പറഞ്ഞു സത്യം വല്ലാഹി. ഓ എങ്ങനെ പറഞ്ഞേ? ഇങ്ങനെ ഇരിക്കാം. വാപ്പ തന്നെ NSSന്റെ ക്യാമ്പിനുണ്ടായി. വണ്ടി ഇറങ്ങിയപ്പോ വാപ്പനടുത്ത് NSS ക്യാമ്പിനുണ്ടായി. അവിടെ ചെന്നപ്പോ കുട്ടികളൊക്കെ കൈയ്യടിച്ച് ഫുള്ള് കൈയടി. ചോദിച്ചു വല്ലാഹി വെച്ചോ എന്നെ അടിച്ചു കൊല്ലടാ എന്നെ കള്ള. പറഞ്ഞില്ല ഇപ്പം എല്ലാരും കൈയടിച്ചു. അതന്നെയല്ലേ ഞങ്ങളും പറയണേ. ഒരിക്കലും നമുക്ക് എന്നോട് പറയും എല്ലാരും കൈയടിച്ചു. പോയിട്ട് എങ്ങനെ ഡോളുണ്ടായിന്ന് ചോദിച്ചു. എല്ലാരും ഫുള്ള് കൈയടിയും. അങ്ങനെ ആ മനസ്സിലാ പറഞ്ഞു. ഇങ്ങനെ വാപ്പാനോട് പറഞ്ഞ് അനാ വന്നാല് പാട്ടയിലും പാടും. ഞാൻ എന്ത് കാട്ടാന്ന് ചോദിച്ചു. ഇപ്പൊ ഫുള്ള് പറഞ്ഞത് ശരിയല്ലേ? കൈയടിച്ചെന്നല്ലോ ഒക്കെ
കൈയടിച്ച് അപ്പൊ എന്തിനാ ഇജ്ജ് ചെയ്തിട്ടില്ല എന്ന് പറയണേ? ഇത്രയും അല്ല ഇജ്ജ് എന്തരോ ഇജ്ജ് എല്ലാരും ഇടിന്ന് ഓരോന്ന് ചെയ്യും. ഞാൻ പറയട്ടെ ബാക്കി. അല്ല ഞാൻ ഉള്ളു പറയട്ടെ. സ്റ്റേജിൽ കയറിയിട്ട് കുട്ടികളൊക്കെ കൈയടിച്ചു. അതായത് അതിന്റെ മുന്നേ വാപ്പാനോടും പറഞ്ഞു അനാമ വന്നിട്ട് പത്താ ഓന് പാട്ടാടാറ് എനിക്കെന്താ ഞാൻ പത്ത കാട്ടാ. അപ്പോൾ വാപ്പ പറഞ്ഞോലെ ഇജിന്റെ മകനല്ല ഇജിന് പോരണം പോന്നാണ്ട് ഒന്ന് NSSന്റെ ക്യാമ്പൊക്കെ ഒന്ന് വിജയിപ്പിക്കണം പറഞ്ഞ നബീൽ പോയി. സ്റ്റേജിക്ക് നബീൽ കയറുന്നതും എല്ലാവരും കൈയടിച്ചു. അപ്പൊ നബീൽ 4 വാക്ക് സംസാരിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് നബീൽ പറഞ്ഞ എന്താ ഇപ്പം നബീൽ ഇപ്പൊ പറഞ്ഞ എന്താ വെച്ചാല് അനാനെ നബീൽ എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ എന്താണ്, ഇനി ഞാൻ ഉദ്ഘാടനങ്ങളൊക്കെ ആണെങ്കിൽ എടുക്കാം, അതിന് റേറ്റ് ഫിക്സ് ചെയ്യണം. അപ്പൊ നബീലിനെ ഉദ്ഘാടനത്തിൽ വിളിക്കാൻ താല്പര്യത്തിലേക്ക് വിളിക്കാം, അവന്റെ റേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളോട് പറയൂട്ടോ. സ്കൂള് കൂട്ടിപ്പോ മുട്ടായി പീടിയ ഒരു ഫോട്ടോ എടുക്കാം. ക്രിസ്മസ് മുട്ടായി ഫോട്ടോ എടുക്കാം. പീടിയ കച്ചവടങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പേര് അറിയോ? അപ്പൊ ഇക്കോ അതെ പറഞ്ഞിടക്ക് എല്ലാവർക്കും മനസ്സിലായി. അതിപ്പോ അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി. നാട്ടുകാരൊക്കെ നേരിട്ട് വരാ ഇതാലോചിച്ച് ഇക്കു വ്ളോഗിൽ പാവം ബാക്കിയുള്ളവർക്കൊക്കെ കുരുത്തക്കേട് ആൾക്കാർ ഞങ്ങളുടെ ഉദ്ദേശം ഇത് അങ്ങനെ പറഞ്ഞ് ആക്കിയെടുക്കുകയാണ്. എന്തിനാണ് കൈകൊണ്ട് എക്സ്പ്രഷൻ അത് പറഞ്ഞ പോരത് ഒരു ബ്ലോഗിലാക്കി എടുക്കുകയാണ്. എന്നാലും ഇതിനെ തലോണ്ട് ഇങ്ങനെ കൊയ്യാണ്. എനിക്കൊന്ന് സ്റ്റെബോണായിട്ട് പറയാൻ ഇച്ചിരി മനസ്സിലല്ല ആണല്ലേ. ആരും ഇനി കമന്റ് ബോക്സിൽ അടി ഉണ്ടാക്കരുത് കേട്ടോ. ആദ്യം പറഞ്ഞ നിങ്ങൾ അവിടെ അടി ഉണ്ടാക്കിയാല് അതിൽ കിട്ടുന്നതാണ്. ആകെ 2 അടി ഉണ്ടാക്കണ്ടേ അതിനാണ് ഇങ്ങനെ പറയുന്നത്. കമന്റ് ബോക്സ് എടുത്ത് നോക്ക്. ഓ ഇജ്ജ് പൊയ്ക്കാൻ അവിടുന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കണം എന്നെ വെറുതെ ഊക്കണേ. ഇനിയെങ്കിലും നീ ആയിട്ട് ജീവിക്കാർമാനെ ഇജ്ജ് വരണം. അപ്പൊ ഗായ്സ് നമ്മൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനായില്ല. അപ്പൊ ഇതൊന്ന് തീർത്തിട്ടേ പോകുള്ളൂ. ഈ വ്ളോഗിന്റെ ബാക്കി അങ്ങോട്ട് ആരും ഇനി കാണണ്ട കാര്യമില്ല. ഫുൾ ഫേക്ക് ന്യൂസ് ആണ് പുറത്തു വരാൻ പോകുന്നത്. ഒരിക്കലുമില്ല. ബസ്സിലോ ഇജി നബീലിനെ വല്ലാതെ അങ്ങനെ ഇടപെയ്യാത്ത ഒരാളാണ്. എനിക്ക് എന്താ തോന്നുന്നത് ഓന്റെ ക്യാരക്ടർ ഓന് ചേഞ്ച് ചെയ്യണില്ല വ്ളോഗിൽ നല്ലോണം. ഓൻ നല്ല ചേഞ്ച് ചെയ്യണ്ട്. ഇജ് നല്ല മാറുന്നുണ്ട്. എക്സ്പ്രസ് മാറുന്നുണ്ട്. ഇപ്പൊ നബീലേ ക്യാമറന്റെ അപ്പുറത്തുനിന്നേ പോസ് മാറ്റടാ വ്ളോഗ് ഓഫ് ആക്കുന്നത് ഫിറ്റ് ആക്കുക. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വ്ളോഗ് ഓഫ് ആക്കടാ വ്ളോഗ് ഓഫ് ഫുൾ അഭിനയിച്ചു കണ്ടിട്ട് മരിച്ചു. അതാണ് നബീല്. അപ്പൊ സുഹൃത്തുക്കളെ ഇക്കു പോവുകയാണ്. ഇപ്പൊ എന്തിനാണ് ക്യൂട്ട് സ്മൈൽ ഇട്ട് അത് തുടങ്ങിയില്ലേ വ്ളോഗ് തുടങ്ങിയില്ലേ? ഇപ്പൊ എന്റെ ക്യൂട്ട് സ്മൈൽ എങ്ങനെ വരാറോ? വ്ളോഗിൽ നബീൽ നോർമലി ഒരു മനുഷ്യൻ ചിരിച്ചാൽ എങ്ങനെ നബീൽ എങ്ങനെ ചിരിച്ചാൽ ഇങ്ങനെയാണ്. വ്ളോഗിൽ എങ്ങനെയാണോ ഒരു സൈഡ് കൊണ്ട് കൂടും. ഞാൻ കറക്റ്റ് കാണിച്ചുതരാം. ഇത് പിടി ക്യാമറ പിടി. നബീൽ ഇടക്കിടക്ക് ഇജും കാണണം. നബീൽ ഇൻ അതർ സിറ്റുവേഷൻസ് അതെന്താ അതിൽ പോയിക്കൂടെ? ഞാൻ വരില്ല. എന്തിനാ അവിടെ വരുന്നത്? നിങ്ങൾ വേണേ അതിൽ വരി. അതിൽ പോവാന്ന് അതിൽ പോകാൻ പറ്റില്ലേ? നബീൽ ഇൻ വ്ളോഗ് അതിൽ പോയിക്കൂടെ? അതിൽ നമുക്ക് പോയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിൽ പറ്റുമെങ്കിൽ നമുക്ക് അതിൽ പോയിക്കൂടെ? അതിൽ പോയിക്കൂടെ? അതിൽ പോയാൽ നമുക്ക് അതിൽ പോയിക്കോ. ചിരിച്ചു പോണതാ ഓനറിയാത്. വണ്ടി നമ്പർ എടുത്തേ ബ്ലോഗിൽ കുഴപ്പമില്ലേ? ശരിയാക്കി തരാം കേട്ടോ. സൂം ചെയ്താ. അപ്പൊ ചെമ്മാടെ കൂടി വണ്ടി കണ്ടാലും പിന്നാലെ കൂടി കൊണ്ടിട്ടോ. ജസീമാണ് പോവട്ടോ അളിയന. ഞാൻ അളിയൻ കുടുങ്ങി. അപ്പൊ ഇതാ ജസീം അസറൂനെ ആക്കി കൊടുക്കാനുള്ള പുറപ്പാടില് കറക്റ്റ് ടൈമിൽ ജസീം എത്തിയിട്ടുണ്ട്. ജോർജിയൊക്കെ ആക്കി കൊടുക്കാൻ പോവാണ്. ജസീം ചെറുതായിട്ട് ജോർജിയ വരെ ബാഗ് ഇത് കൊടുക്കോ? പാർക്ക് ചെയ്താൽ ലോക്ക് ചെയ്യും. ഞാൻ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ലോക്ക് ചെയ്യുന്നതാണ്. അതിനും സാറാണ് ഇവിടെ. ഞാൻ എനിക്ക് പേടിയാണ് ഫ്ലൈറ്റിൽ ഒറ്റക്ക് പോകാൻ. ജസീം എന്ത് ചെയ്ത് അഥവാ പോകുമ്പോ ഉറക്കം വന്ന ഉറങ്ങാനുള്ളതാ. നടന്നുറങ്ങാനോ? ഇതിങ്ങനല്ല, ഇത് തിരിച്ചാണ്. ഇങ്ങനെ അങ്ങനല്ല. ഊര് ഈ ഭാഗം ഈ കുഷ്യന്. പക്ഷെ ഏറ്റവും സുഖം കിട്ടാല് ഇങ്ങനെ ഇട്ടാലാണ് പക്ക
സുഖം കിട്ടും. അങ്ങനെ ടാങ്ക് ഇങ്ങനെ ആ എങ്ങനെയും ഉറങ്ങാം, മുന്നിക്ക് ഉറങ്ങാം, മുന്നിക്ക് ഉറങ്ങാം, ബാക്കിക്ക് ഉറങ്ങാം, ഇങ്ങനെ ഉറങ്ങാം. അതൊക്കെ എങ്ങനെ നിനക്കറിയാം? അത് റീലുണ്ട് ഇനി ഇങ്ങനെ. എന്നിട്ട് ഓട്ടപ്പോ സന്തോഷായി ഇങ്ങനെ. പറഞ്ഞ മാതിരി ഇട്ടല്ലോ. പക്ഷെ എന്റെ ഇടാൻ പറ്റൂലേ? എന്റെ പറ്റില്ല. ഇത് മറ്റേതാണ്, മറ്റേത് അവിടുത്തെ അടിപൊളി സാധനം. ഒലക്കാ ഇത് വെച്ച് നോക്കുമ്പോ. ഇതിലൊന്ന് കടന്നു നോക്ക്. ഇത് കിടന്ന ഇതുണ്ടല്ലോ, ഇതിമ്മ ഇരിക്കുകയാണ് കൂട്ടിക്കോ. ഇതിമ്മ ഇതിട്ട് ഉറങ്ങാനില്ല, എനിക്ക് ഉറക്കം വരും. അമ്മാരി സാധനം. എനിക്കൊന്നും ഉറങ്ങാൻ തന്നെ. ഇവിടെ യഥാർത്ഥ സ്വഭാവം എടുത്ത് ക്യാമറയുടെ അപ്പുറത്ത് എന്താ പറയുക, എന്തൊരു കഷ്ടം അത് പെരി പോണല്ലോ ഈ ചങ്ങായിമാരെ വ്ളോഗ് തീരുന്നില്ലല്ലോ. നമ്മളൊക്കെ എന്നിപ്പോ പറഞ്ഞു ഓനക്ക് നമ്മളൊക്കെ ഒരു ഇടങ്ങാറാ. പറഞ്ഞില്ലാറാൻ പറ്റുമോ? എന്തൊരു കഷ്ടമാണ് ഇതിന്റെ റിവ്യൂ വരും. ഭയങ്കര വിഷയാക്കി ഇതിനെ കുറിച്ച് കഷ്ടക്കാരനായില്ലേ? എടാ ഇത് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മളാണ് കഷ്ടക്കാരനില്ലേ? ക്യൂട്ടായ പോലെ അതൊരു പാവായി. ഇപ്പൊ മറ്റേ ഇളിഞ്ഞ ഫേസായി, നമ്മൾ ഓനെ കളിയാക്കിയ പോലെ. സീനാണ്. അനക്കാ മറ്റേ എക്സ്പ്രസ് ഇടാൻ പറ്റിയ ആളെ ഇജ്ജ് വണ്ടി എടുത്താ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നില്ല, വല്ലാത്തൊരു ആൾക്ക് അതൊന്നും എടുത്താച്ചോന്ന്. വല്ലാത്തൊരു ഗിഫ്റ്റാണ് എന്റെ അടുത്ത് തന്നത്. അപ്പൊ അത് സേഫ് ആക്കണം. അത് അതിനെ കുറിച്ച് അറിയില്ലേ ആദ്യം? അതിനെ കുറിച്ച് അറിയില്ല. ഞാനേ ആ സ്പ്രേ തന്നപ്പോ അത് എന്താ സാധനം എനിക്ക് അറിയില്ല. സാധാ ഒരു സ്പ്രേ എന്നുള്ള നിലക്കളി ഞാൻ വാങ്ങി. പിന്നെ അതിന്റെ വില നോക്കിയപ്പോ എനിക്കിപ്പോ അത് അടിച്ചാൽ തന്നെ തോന്നുന്നില്ല. അല്ല ഓനാ സ്പ്രേ ആയിക്ക് വെക്കാനടാ. അസറേ സ്പ്രേന്റെ പേരെ നോക്കി ഓംബ്ര. ഓ കുഴപ്പമില്ലാന്നൊക്കെ. തിരിച്ച് തുറക്കല്ല മുത്തേ. വാ ഇതിങ്ങനെ തുറന്നു ഞാൻ ഇത് കാണില്ലല്ലോ, ഇത് ബ്ലാക്കിലല്ലേ ഇതിങ്ങനെ. ഞാൻ ഇതാ വായിച്ചത്. ഓ ഓംബ്രേ നോമടി. ഇത് ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ഇത് നേരെ തുറന്ന് ഓ ഓംബ്രേ. പിന്നെയാണ് ഞാൻ ഇതിന്റെ വില നോക്കിയത്. കരുതി അടിച്ചോട്ടോ. ഇത് അടിക്കൂല. ഇന്റെ അടുത്ത് ഇതേപോലെ ഞാൻ അടിക്കാതെ വെച്ചാണിത് ഒന്നാമത്. പിന്നെ വേറെ എന്റെ അടുത്ത് വന്നു, അതും ഇതേപോലെ അടിക്കാതെ വെച്ചിക്കണേ. അതിന് എങ്ങനെ അതിന്റെ ഗ്യാസ് ഒക്കെ പോയി തീരും. അങ്ങനെയൊക്കെ അടിച്ചോണ്ടി. ഇത് ഇനി നോട്ടിടാൻ നിൽക്കണ്ട, തരൂല. അടിച്ചോണ്ട് എനിക്ക് ഇതിനൊക്കെ റീഫിൽ ഉണ്ടോന്ന്. എനിക്ക് റീഫിലിന് പൈസ കുറവാ. മറ്റോ തരൂല. എടാ മറ്റേ പോരടാ. മറ്റേ കത്തിച്ചിട്ട് മാറൂ നബീല. എങ്ങനെയുണ്ട് സാധനം? ഇത് അടിപൊളി സാധനം. ഇതിന്റെ ഒറിജിനൽ അതിന്റെ ഡൂപ്ലിൻ കണ്ടത് 300 റുപ്യന്റെ മുണ്ടുള്ളയാ. ഇത് ഒറിജിനൽ അടിച്ചതിന്റെ കിട്ടും. ചെറിയൊരു മാറ്റം അതെന്തായാലും ഉണ്ടാവും. ആ നോട്ട് കിട്ടൂല. കാരണം ആ സ്പ്രേനെ കുറിച്ച് ഇതിൽ പറയണ്ടടാ. ഇതാ അസുരോ, ആ സ്പ്രേനെ കുറിച്ച് എന്താ പറഞ്ഞ നമ്മള് നോക്കിയില്ലയോ? അത് മലയാളത്തിലല്ലേ? നെറ്റ് ഓൺ ആക്കാം ആദ്യം. അല്ല അതിലുണ്ട് മലയാളത്തിലേക്ക് പറയണ്ട. നിർത്തണില്ല. നമ്മൾ ദുബായ് അല്ല മുത്തേ, നമ്മൾ അബുദാബി. ഇതാ അർഷ, എന്തുകൊണ്ടാണ് ഓംബ്രെ നൊമേഡ് വിലയേറിയത്? ഈ പ്രക്രിയ അപൂർവവും ദൈർഘ്യമേറിയതും വിളവെടുക്കാൻ ചിലവേറിയതുമാണ്. ഓംബ്രെ നൊമേഡ് യഥാർത്ഥ ഊതിനെ ഉയർന്ന നിലവാരമുള്ള സിന്തറ്റിക്സുമായി സംയോജിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും യഥാർത്ഥ മെറ്റീരിയൽ ഉൾപ്പെടുത്തുന്നത് വില ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, 500 രൂപ ഫൈനാണ്. അതാണ് പറഞ്ഞത്. ഓംബ്രെ നൊമേഡിന്റെ സ്നൂപ്പ് ഡോഗോ ഓംബ്രെ നൊമേഡ് പെർഫ്യൂമിൽ ആംബർ, ഊത്, ഊഷ്മളമായ മസാല, റോസ്, പഴം, തുകൽ, മരം, ബാൽസാമിക് മരം, മധുരം എന്നിവയുടെ സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ ഓംബ്രെ നൊമേഡ് പെർഫ്യൂം ക്രിസ്മസ്, വാലന്റൈൻസ് ദിനം, വാർഷിക ദിനങ്ങൾ, ജന്മദിനങ്ങൾ തുടങ്ങി മറ്റനേകം അവസരങ്ങൾക്കുള്ള അത്ഭുതകരമായ സമ്മാനമാണ്. ഏലം, ജാസ്മിൻ, തമ്പാക്കോ അല്ല സാമ്പക്, ലെതർ, പച്ചൗളിയോ ഇതിലെന്തൊക്കെയോ വലിയ കൂടിയ പ്രൊഡക്റ്റുകൾ ഇട്ടിട്ടാ. അതോടാണ് വില. എന്റെ ഗിഫ്റ്റ് തരാ, ഞാൻ ആക്കി തരാ. അതെന്റെ ഗിഫ്റ്റ്. നമുക്ക് പറഞ്ഞാലോ കൂടുതൽ ഡയലോഗ് കിട്ടാൻ ഞങ്ങളതിൽ പലതും വിളിച്ചാണ് പറയട്ടോ. ഞങ്ങൾക്ക് തീരെ ഞാൻ റിയലാ. എന്തിനാ വരുന്നത് പറയും?
ഞാൻ ആക്കി തരാം. അതായത് ജസീമ എയർപോർട്ടിൽ ആവശ്യങ്ങളൊന്നും ഇല്ല, അതെ, വെറുതെ വരികയാണ്. എന്താ ഉള്ള പോലെ പറയാ, റിയൽ നമ്മളുള്ള റിയലായി നിൽക്കണടാ. ആണുങ്ങളാണെങ്കിൽ ആണുങ്ങളെ പോലെ നിൽക്കണം റിയലായിട്ട്. എന്താ വെച്ചാല് മുഖംമൂടി ഇടരുത്. ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആര് ഷൂട്ടാ? ജോർജിയയിലോ? എയർപോർട്ടില് അല്ല ജോർജിയയിലുണ്ട് ഷൂട്ട്. പറഞ്ഞോടുത്താ വണ്ടി എത്രയും പെട്ടെന്ന് ഉന്തിയാലേ മറ്റേ ഷൂട്ട് അത്രയും നല്ലതാവും എനിക്ക്. നമ്മളന്ന് പ്ലാൻ ചെയ്ത ഷൂട്ട്. വണ്ടി ഇവിടെ പിടിച്ചേക്കും തോറും ഇത് എവിടെയെങ്കിലും എത്തും. ഫൈനല്ല, ഫൈൻ വിഷയമല്ല, പക്ഷെ എനിക്കിത് അത്ര ഫൈൻ ആവൂല. വാ ഓഹോയ് ഓഹോയ്. മൂത്തമ്മ വ്ളോഗാണല്ലുണ്ട്. എന്റെ കുടുംബക്കാരൊക്കെ കാണലില്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു ഹായ്. അപ്പൊ ജസീമിന്റെ എല്ലാ കുടുംബക്കാർക്കും ഹായ്. ജസീമിന്റെ മകന്റെ ഒരു ഹായ്. എടാ ഒന്നെന്നാ വിട്ട നടക്ക്. ഓഹോയ് 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 ഓഹോയ്. താത്തിയും പറഞ്ഞടാ ഓഹോയ് എറളേ. ആ ഓഹോയ് എറന്നോട് എത്ര എന്തോട്ടാ. തിരക്കേ അല്ല കേട്ടോ, ഒരു തിരക്കില്ല ഇവിടെയാ. വെയിറ്റ് നോക്ക് അസുറോ. നബീൽ അടക്കടക്ക്. നബീൽ ആദ്യം സുമാർ എത്ര ഉണ്ട് പറയും. ഇതിക്ക് പൈസ ഇടണം. വേണ്ട വേണ്ട വെച്ചോ വെച്ചോ. എത്ര ഉണ്ടാവും? 20 25 ഉദ്ദേശിച്ച 20 18 26. ഓ കറക്റ്റ്. ഹാൻഡ് ബാഗ് 9 കേട്ടോ, കൂടുതലാട്ടോ. 10 നിങ്ങളൊക്കെ വലിയ ഫ്ലൈറ്റുകളല്ലേ, നമ്മള് പൂതം പിടിച്ച ഫ്ലൈറ്റിലെ പോലെ. എന്തിനാ തലപ്പാവൊക്കെ തൂക്കണേ? ഇതെല്ലാം കൂടി ഇട്ടിട്ട് അർശന ഇപ്പൊ അയാൾ കുടിച്ചു കേട്ടോ. ഫോട്ടോ എടുക്കാം. ശരി നബീലിന്റെ കിലോ നോക്കട്ടെ കേട്ടോ. ഞാൻ നിന്നപ്പോ ഞാനും ഞാൻ എത്ര ഉണ്ടാവും? ഞാനും കയറി നിന്നു. അതാ 73 പറയും. ഞാൻ എത്ര ഉണ്ടാവും? 58. ഫസലിന്റെ ഫ്രണ്ട്സ് ഉണ്ടായി. ഞാനല്ല ഇപ്പം പോവാ, ജോർജിയക്ക് പോവാ കൂട്ടുകാരന്. 300 ചിറ്റ് തരുമോ? അതിനിപ്പോ റാപ്പൊന്നും ചെയ്യല്ല. ഞാൻ ഉണക്കമീൻ ചോറ് കൊണ്ടുപോകുന്നു. എടജ് എനിക്ക് എന്തൊക്കെയാ പരിപാടി? ശരിക്കും ഇപ്പൊ ഇന്നലെ വ്ളോഗർ എല്ലായിടത്തും ഉണ്ടാവും. അടി. ഇന്നലെ പരിപാടിന്റെ പ്രൊമോഷനും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ വന്നത്. മിഞ്ഞാന്ന് ന്യൂ ഇയറിന്റെ എന്തോ പരിപാടി ഷൂട്ട് ചെയ്യാൻ വന്നത്. ഇന്ന് ബാക്കിൽ ഇങ്ങനെ കോട്ടിട്ട് ഹായ് ഗുഡ് നൈറ്റ്. എന്താ പരിപാടി? ഞാൻ പോണില്ല, അസുറ പോവാ. എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ മേലേക്ക്? ഏത് ഫ്ലൈറ്റ്? എയറല്ലേ? ഞാൻ സീറ്റിംഗ് ആകണം ചെയ്തത്. ടിക്കറ്റ് എമർജൻസി എക്സിറ്റ്. ഹായ് ഹായ് ഹായ്. വേറെ വേണ്ടി വേറെ ഫുഡും അല്ല ഇതൊക്കെ കിട്ടുമോ? എന്താ കിട്ടണൊക്കെ പോന്നോട്ടെ. ക്യാമറ പിടിക്കല്ലേ? ഇന്റെ ക്യാമറ ഓഫ് ആവില്ല. എല്ലാം വരും. എന്നെ പണി കിട്ടണേ കിട്ടട്ടെ മുത്തേ. എമർജൻസി എക്സിറ്റ്. പണി പോകുന്നു ചെയ്ത് കൊടുത്താലല്ലേ പണി പോവാ. അപ്പൊ ഒരു എമർജൻസി എക്സിറ്റ്, ഫുഡ്, പിന്നെന്താ വേണ്ടി എനിക്ക് ഫ്ലൈറ്റില്? റൂം റൂമില്ല, പറ്റാണ് ഇപ്പൊ സാധാണ് നോർമൽ ഓർഡിനറി. അത് ബിസിനസ് ക്ലാസ്സിൽ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്കൊക്കെ അങ്ങനെ ചെയ്ത് തരലുണ്ട്. ചില്ലു പോകാനായിട്ടില്ലേ? ഓക്കെ കാണാം.
അതെന്താ പെട്ടെന്ന് ലേറ്റ് ആയത്? ഇതുവരെ ഫ്രീ ആയില്ലല്ലോ. കൂടുതൽ ഇവിടെ നിന്നല്ലേ ചിലപ്പോ ജോലി നഷ്ടപ്പെടും. ഞാൻ കുറച്ച് ലേറ്റ് ആയി, ഞാൻ പോട്ടെ. ഓടിയളാവോ? സീനൊന്നുമില്ല, സീൻ ഉണ്ടാവാതൊക്കെ വേണ്ടി ഓടുകയാണോ അവന്? ഇൻഡോ തായ് കാരണം എന്താ പറയുക, ഇന്ത്യ തായ് ബന്ധം ആണ് അതിൽ സൂചിപ്പിക്കണത്. നബീൽ തായ്ലൻഡ് പോയ ടൈമിൽ ഇന്ത്യ തായ് ബന്ധം ഉണ്ടായിരുന്നു. ഒരു ബന്ധുവില്ലേ? മുഖം കണ്ടിട്ട് പിടിക്കാൻ കഴിയണവർക്ക് അതിൽ കിട്ടും. 4K ദൃശ്യ മികവിൽ മുഖം മനസ്സിലാക്കണവർക്ക് അതിൽ നിന്ന് കിട്ടും. അതാണ് എനിക്ക് പറഞ്ഞത്. ഞാൻ ഒന്നും ഇവിടെ പറയണില്ല. വണ്ടി ലോക്കിട്ട ഫസല് തോന്നല്ലേ? ഫസലുമാണ് ഇവിടുത്തെ എയർപോർട്ടിലത്തെ മെയിൻ ആൾ കേട്ടോ. വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫസല് തോന്നുന്നതെന്നാണ് പറഞ്ഞത്. എയർപോർട്ടില് ലോകത്തെ ഏത് എയർപോർട്ടിൽ എന്താവശ്യം ഉണ്ട്? എയർപോർട്ട് മുതൽ എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം. ഞാൻ ഫസലിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കോഴിക്കോട് എയർപോർട്ടിൽ ആർക്കും എന്താവശ്യം ഉണ്ട് വരിക, വിളിക്കാം. ബിസിയായി. നമ്പർ നബീൽ നമ്പർ കൊടുക്കണം. നബീൽ കണക്ട് ചെയ്തോളൂ. നബീൽ നമ്പർ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. കോഴിക്കോട് വന്നപ്പോ ആരോ നബീൽ നമ്പർ ഓൾറെഡി സ്പ്രെഡ് ആക്കിയല്ലോ. നമ്മള് അറശിൽ ലൈറ്റ് ഇടാതെ നമ്മൾ കോഴിക്കോട് കൂടെ പോയിക്കൊടുക്കണേ. ഇവര് ബൈക്കാരെ മുന്നിൽ നിർത്തിക്കാണ്ട് എന്തോ ഇങ്ങനൊക്കെ കാട്ടുണ്ട്, നമുക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ട് ഈ ചങ്ങായി എന്താ കാട്ടിച്ചാല് വണ്ടി മുന്നിൽ പാർക്ക് ചെയ്തിട്ട് നമ്മള് വണ്ടിന്റെ വീഡിയോ എന്തോ എടുത്തു. എന്നിട്ട് ഓണെന്താ കാട്ടിച്ചാല് ഒരു 5 മിനിറ്റ് 4 മിനിറ്റ് കഴിഞ്ഞാൽ നബീലിന്റെ ഫോണിൽ ഒരു കോള്, നിങ്ങൾ ആ ലൈറ്റ് ഇട്ടിട്ടില്ല. എന്നിട്ട് അപ്പോഴൊക്കെ നമ്മൾ ഓക്കെ പറഞ്ഞ് വെച്ച് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നബീൽ നമ്മൾ ആലോചിക്കാൻ അല്ല നബീലിന്റെ നമ്പർ എങ്ങനെ കിട്ടി? ചോദിച്ചോട് അന്റെ നമ്പർ എങ്ങനെ ഓൻ്റെ അടുത്തെത്തി? ഇവനെ കണ്ട എല്ലാ പേജിലും ലൈവിലും ഒക്കെ എന്റെ നമ്പർ എടുത്ത് വിടും. എന്നിട്ടേ ചോദിച്ചാ ഒന്നുകൂടി വിട്ടാലേ നമുക്ക്. പട്ടി പുറത്ത് തലണ്ട് വരും, അതേ വരിക. മനസ്സിലായി എന്താ പറഞ്ഞേ? ക്യൂട്ടാവല്ലേ? ക്യൂട്ടാവാതെ അത് നോർമൽ നബീലിനെ കിട്ടണം. കണ്ടോ, 1 മിനിറ്റിന് ക്യാരക്ടർ വന്നു. സുഹൃത്തുക്കളെ കണ്ടോളി, ഇവന്റെ ഒറിജിനൽ മുഖം കണ്ടോളി. ഇപ്പൊ പറഞ്ഞോ, ഈ ഒന്ന് അവിടെ നിന്ന് നടന്നു പറഞ്ഞപ്പോളേ ഞാൻ ചലക്കാൻ പോയിക്കാൻ നീ ഒന്ന് ചിലക്കാതെ പോകുമ്പോടാ. പിന്നെ അയ്യോ വ്ളോഗോ, അയ്യോ എന്റെ കുടുംബ പ്രേക്ഷകർ, അയ്യോ നീ ഒന്ന് ചിലക്കാതെ പോകി തരുമോ? ചിലക്കാതെ നിങ്ങൾ പറഞ്ഞോളൂ, എനിക്കൊരു കുഴപ്പമില്ല. ഇനിയിപ്പോ എനിക്ക് കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ കുഴപ്പം? ഇജിപ്പ് എന്നെ പറഞ്ഞു, ഇജിന്നെ എന്ത് പറയാൻ എനിക്കൊരു കുഴപ്പമില്ല. ഇതൊക്കെ എടാ പോടാ ബന്ധത്തിലുള്ളല്ലേ? 4 മണിയായോ? ഒരു ഫോട്ടോ എടുക്കാം. ആരെടുക്കണേ? നമുക്ക് ആ CRPF ആക്കാൻ വിളിച്ചാലോ? ഒരു ഫോട്ടോസ് എടുത്തരോ? ആ ഹായ്. ഡ്രസ്സിന്റെ സ്റ്റൈലിന്റെയും കാര്യത്തില് നബീലിന് വിട്ടുവീഴ്ചല്ല. ഞാൻ പിടിച്ച ഞാൻ പോയ രക്ഷപ്പെട്ട ആൾക്കാര്. വാപ്പൻ NSS ക്യാമ്പിനുണ്ടായി, കുട്ടികളൊക്കെ കൈയടിച്ചു ഞാൻ വന്നപ്പോ. നബീൽ ഇൻ ബ്ലോഗ്. NSS ക്യാമ്പിലേക്ക് ഇന്ത്യക്ക് ക്ഷണമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും എന്നെ കൈയടിച്ചാണ് സ്വീകരിച്ചത്. ഇവിടെ കുറവാലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ മുത്ത്, അപ്പോൾ നമ്മളെ ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം അസറു, ഇത്രയും ദിവസം നിങ്ങളുടെ, എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഇത്രയും ദിവസം നിങ്ങളുടെ ദിനങ്ങളിൽ അസറു നിങ്ങളുടെ മുഖത്തൊരു ചിരി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. മിസ് യു അസറു, കംബാക്ക് അസറു, കംബാക്ക് സൂൺ എന്ന് പറയാം. എല്ലാവരും അസറുവിനെ സ്പാം ചെയ്യുക. എങ്ങനെയെങ്കിലും നോമ്പാകുമ്പോഴത്തേന് നാട്ടിൽ വരാൻ പറഞ്ഞിട്ട് മസ്റ്റായിട്ടും സ്പാം ചെയ്യുക. അങ്ങനെ പിന്നെ ചൊടി കയറി ലാംഗ്വേജ് ആയിട്ടോ അങ്ങനെ സ്പാം എന്ന് പറഞ്ഞാൽ തെറ്റവും കരുതിയിട്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ വിചാരിച്ച അതാണ് എല്ലാരും എന്തെങ്കിലും ചെയ്യും. അല്ല നമ്മളില്ലാത്ത പോലെ പറയും. അപ്പം നിങ്ങളെ ലഗേജ് ഒക്കെ പോയി വന്നു കേട്ടോ. 5 രൂപനല്ലേ എടാ, ഡൊമസ്റ്റിക് അല്ലല്ലോ പോണേ. ഉറപ്പായിട്ടും ചോദ്യമാണ്.
ഇല്ല. എന്റെ മുത്താണ്, എന്റെ ചെമ്മാടിന്റെ മുത്ത്. ചെമ്മാടി എനിക്ക് ഒറ്റ ആളുള്ളൂ. എന്റെ വിജയങ്ങളുടെ പിന്നിൽ എന്റെ വിജയശില്പി ചെമ്മാടിന്റെ ഓമന മുത്ത്. അതന്നെ. ചെമ്മാടിന് ഒരു ജസീമുണ്ട്. 20% നബീലിനെ ഇപ്പൊ മനസ്സിലായി. അതായത് ഇങ്ങനെ വന്നിട്ട് കള്ളികളൊക്കെ പൊളിഞ്ഞു. മറ്റേ ഫാമിലി പറഞ്ഞോണ്ട് വ്ളോഗിന് പാവം പുറത്ത് കുരുക്കത്തം കിട്ടുമെന്നാണ്. ഓള് നേരെ വന്നിട്ട് ഇതാലോചിച്ച് ഇത് വ്ളോഗിൽ പാവം. വ്ളോഗിലുണ്ട്, ഓള് വ്ളോഗിൽ കണ്ടിട്ട് പറയുന്നുണ്ട്, ഓടിയുണ്ട്. നിങ്ങൾ പറഞ്ഞ കേട്ടിട്ട് പറയണേ. പുണ്ണാക്കാണ്. ഞാൻ അവളോട് പറഞ്ഞു, ഓള് വന്നപ്പോ അവിടെ പറയണോ നിങ്ങൾ വ്ളോഗിൽ നിരത്തി ചെയ്യാം, വിട്ടേക്കാം. ഞങ്ങൾ വിട്ടോളി, അല്ലെ നിങ്ങൾ ഫ്ലൈറ്റ് പോരാട്ടോ. തീരില്ല. നബീൽ ഓൾറെഡി എയറിലുണ്ട്. നിങ്ങൾ ചെല്ലി നമുക്ക് എയർന്ന് ബീറ്റ് ചെയ്യാം. അതിലേ നമ്മൾ ഹോൾഡ് ഉണ്ട് ഇവിടെ. ഞാൻ കാക്കനോട് പറയാം. നബീലെ അവിടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇങ്ങോട്ട് ഇതിലെ പോര്. പാസ്പോർട്ടോ? അടുത്ത നബീലെ ചാവിയുടെ സുഹൃത്തുക്കളെ, അപ്പൊ പാസ്പോർട്ട് സക്സസ്ഫുള്ളി മറന്നിരിക്കുന്നു. എല്ലാം എടുത്തിരുന്നു, അവനെല്ലാം എടുത്തിരുന്നു, പാസ്പോർട്ട് ഒഴികെ. ഇങ്ങോട്ട് പോര്. ഇവിടുന്ന് പോലീസ് പിടിച്ചിട്ട് ഇനി ഇതാക്കാൻ പറ്റും. മൂട്ടുക്കാക്കി പോവാ. എടാ 1.5 മണിക്കൂറിൽ നിങ്ങൾ എങ്ങനെയാ രാജ്യം ഇന്റർനാഷണലിൽ പോവാ? അതൊക്കെ പോകാൻ പറ്റും. ഞങ്ങളൊക്കെ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തു ഓൺലൈൻ. കാണോ? അല്ല ആണോ? വെബ് ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് ഹോൾഡ് ഉണ്ട്. പോവാൻ ഇഷ്ടമില്ല, നാട് വിടാൻ ഇഷ്ടമില്ല. നിങ്ങളൊക്കെ വിട്ട് എങ്ങനെ പോവാ? പുറപ്പെടൽ കൂടെ ഇപ്പൊ ഡിപ്പാർച്ചറിന്റെ അവിടെ വന്നിട്ട് ഇവലിപ്പോ പോവാ വരാ. നമ്മളെ കൂട്ടത്തിലുണ്ട് എന്തല്ലാത്തല്ലോ, പക്ഷെ നമ്മള് പറയില്ല. ഇല്ലട്ടോ മുത്തേ. നിങ്ങളെവിടെ സ്ഥലം? വളാഞ്ചേരി. ഞാൻ വന്നിനി. അപ്പൊ എല്ലാരും സ്പാം ചെയ്യാ. വിളിക്ക്. ബൈ. അപ്പൊ എല്ലാരും അസറിന് ബൈ കൊടുക്കുക, ടാറ്റ കൊടുക്കുക. എല്ലാവരും മെസ്സേജ് അയക്കുക. ജസീമിനും എന്താ സിസ്റ്റർമാരൊക്കെ ഇങ്ങോട്ട് വരുന്നേ? അല്ല നഴ്സുമാര് എല്ലാം തല തിരിഞ്ഞേക്കണേ. നബിലോ കാർ എടുത്തോണ്ടോ? ഞാൻ പിടിക്കാം. ഈ കാർ എടുത്തു അതെടുത്ത് പോര്, മുന്നേക്ക് പോര്. പിടിച്ചു എന്നാണ് തോന്നുന്നത്. ഇത് വീഡിയോ എടുക്കാറില്ല കേട്ടോ. ഇവിടെ നിന്നൊക്കെ എല്ലാ ആൾക്കാരും റീലെടുക്കണം. പിന്നെ പേടിപ്പിച്ചു നോക്കിയാ. അപ്പൊ ഇതാ അസറ് പോവുകയാണ്. വിട പറയുകയാണ്. ഞാൻ വരാം അടുത്ത മാസം. ബൈ ബൈ അസറു. എല്ലാവരും അസറ് പറഞ്ഞ പോലെ സ്പാം ചെയ്യാ. ബായ്. ഈ സാറിത് പോ സാറേ. സാറൊന്ന് ബ്ലോഗിൽ തരാൻ. അപ്പോൾ അസറ് പോയി. അപ്പൊ ഞങ്ങളല്ല, ഞാനാണ് ഇനി ഒറ്റപ്പെടാൻ പോണത്. ഇതാണ് എനിക്ക് ആകെ ഇപ്പൊ കൂട്ടിനുള്ളത്. നീ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇക്കൊല്ലം എൻ്റെയാണ് വൈൻഡപ്പ് ചെയ്യണത്. മിക്കവാറും ഒറ്റക്കാവും. അങ്ങനെയല്ല, അങ്ങനെ വൈൻഡപ്പ് ചെയ്യണല്ലോ പറഞ്ഞത്. വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണല്ലോ പറഞ്ഞത്. എല്ലാവരും പോയി ആകണ്ടേനി ഓനെ എല്ലാത്തിനും. ഇപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ഇപ്പോൾ ഫുൾ ടൈം ഉണ്ടായിരുന്നത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അസർ. ഓ ഇക്ക ഫോട്ടോ. അയ്യോ സോറിക്ക, ഞാൻ വ്ളോഗിൽ അലിഞ്ഞു പോയി.
See you. Bye. അപ്പം ഇപ്രാവശ്യം വെരി ഹായ് ഓ തരി ഓക്കെ ബ്രോ എല്ലാവരും ഉണ്ട് ഇൻഷാല്ലാ കാണാം ബ്രോ സീ യു ബൈ അപ്പം ഇങ്ങോട്ട് തിരിച്ചോ അപ്പം സുഹൃത്തുക്കളെ ആകെയുള്ള എൻ്റെ തുണയാണ് പോയത് ഐ ഫീൽ സോ സാഡ് സോ സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ അതായത് ഞാൻ കുറച്ച് ഒറ്റക്കായ ടൈം ഉണ്ടായിരുന്നു എനിക്ക് കൊല്ലം അപ്പോൾ ആ ടൈമിൽ ഫുള്ള് ഇന്നെ ചിരിപ്പിച്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അസുറാണ് സോ ഐ ഡെഫിനറ്റ്ലി മിസ് ഹിം അത് എത്രത്തോളം മിസ് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് വാക്കുകളിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതിലേറെ മിസ് ചെയ്യും ഒരിക്കലും ഞാൻ പറയില്ല അസറു ഞാനുള്ളൊരു ബോണ്ടിങ് പറഞ്ഞാൽ അതൊരിക്കലും എനിക്ക് വാക്കുകളിൽ ഒതുക്കാൻ പറ്റാത്ത ബോണ്ടാണ് സോ എന്തായാലും മിസ് ചെയ്യും ഭയങ്കര ഇടങ്ങാറ് അപ്പോൾ ഇനി ഇൻഷാല്ലാ ഞാൻ എന്തായാലും ഒന്നുകിൽ ജോർജിയക്ക് പോകണം അല്ലെങ്കിൽ ഇപ്രാവശ്യം കുറച്ച് തിരക്ക് കുറയാണെന്നുണ്ടെങ്കിൽ ജോർജിയക്ക് എന്തായാലും പോകണം ഇവൻറ്റ്സ് ബുക്കായതൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അതല്ലെങ്കിൽ എന്തായാലും നാട്ടിലേക്ക് വരുന്നതാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും അസുറിനൊരു മെസ്സേജ് അയക്കാം ഇൻസ്റ്റയിലൊക്കെ എന്തായാലും നാട്ടിലേക്ക് വരാൻ പറയാം നോമ്പൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കണം വരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇതായിരുന്നു അസുറിനെ കൊണ്ടാക്കിയ വ്ളോഗ് സോ പിന്നെ എനിക്ക് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളടിയിൽ അതൊക്കെ ഇപ്പോൾ നമ്മൾ ഒരിക്കലും വ്ളോഗിൽ കാണുന്ന പോലെയല്ല ഇപ്പോൾ ഞാൻ ഓനെ കുറ്റം പറയണം ഓനെ കുറ്റം പറയില്ല നമ്മൾ കുറ്റം പറയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക എന്നുള്ളത് ബോയ്സിൻ്റെ ഇടയിൽ വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് എന്തായാലും കിട്ടും ഇന്നൊക്കെ വെട്ട് പറഞ്ഞാൽ ചില്ലറ വെട്ടല്ല എല്ലാവരും ഇട്ട് കൂട്ടിയിട്ട് വെട്ടലുണ്ട് അർഷിനെ വെട്ടലുണ്ട് ഇക്കുവിനെ വെട്ടലുണ്ട് അസറുവിനെ വെട്ടൽ പൊതുവേ കുറവാണ് കാരണം നല്ല വെട്ട് ഇങ്ങോട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒരു പേടിയോടാണ് അസറുവിൻ്റെ അടുത്ത് സമീപിക്കൽ ബാക്കി എല്ലാവർക്കും ഈക്വലി ഷാനുവിനും നിയാലിനും സൽമാനൊക്കെ ഒന്ന് നല്ല വെട്ടിട്ടിരിക്കുന്നത് പക്ഷേ അപ്പോൾ വ്ളോഗില്ല ഇനി അപ്പം അതൊക്കെ അതിൻ്റെതായ ഒരു ഫൺ എലമെൻറ്റിൽ എല്ലാവരും കാണാം കാരണം ബോയ്സ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിയിട്ടാണ് ജീവിക്കുക സോ വൺസ് അഗൈൻ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് സോ നമ്മൾ 28 lakh സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ് സോ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബിഫോർ ന്യൂ ഇയർ ഇൻഷാല്ലാ നമുക്ക് 28 lakh ആവാൻ പറ്റുമോ നോക്കാം 2026 മുന്നേ അപ്പം എന്തായാലും വ്ളോഗ് ഉണ്ടെന്ന് എല്ലാവരും നന്ദി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ഐ ലവ് യു ഓൾ ബൈ ഹായ് ഇസ്ലാം ബ്രോ സുഖം സുഖം എന്താ വർത്താനം 31 അതെങ്ങനെ അറിഞ്ഞേ കാര്യം വെരി ഉഷാറാക്ക ഇൻഷാല്ലാ ഓക്കെ ഹാപ്പി ന്യൂ ഇയർ ഇൻഷാല്ലാ കാണാം ബൈ ഓർക്കത്തില്ല ബൈ നബീൽ ഞാൻ പോയിട്ടോ ബൈ ഇക്കു ലവ് യു ഇക്കു എൻ്റെ ഇക്കു നാളെ വരുമോ മറ്റന്നാളാക്കി